സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം കൊണ്ട് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാണ്. കഴിഞ്ഞ നാളുകളിൽ ഓരോ ജീവിതാനുഭവങ്ങൾ നാം കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അത് ബലം വർദ്ധിപ്പിച്ചു. ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പ്രദാനം ചെയ്യുവാൻ കാരണമായി തീർന്നു. ഇന്നും വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷകൾ നമുക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തിരുവാന്തക്കൊള്ളം ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ ക്രോശങ്ങളോടൊന്ന് ക്ഷമിക്കണം. ദൈവമഹത്വം ഞങ്ങളിൽ വെളിപ്പെടണം. കർത്താവെ, ഇന്ന് ഈ സമയത്ത് ഒരു പുതിയ ജീവിതാനുഭവം കേൾക്കുവാൻ ഞങ്ങൾ പോകുന്നു. ഞങ്ങളുടെ നടുവിലേക്ക് അവിടെ നയിച്ചിരിക്കുന്ന അവിടുത്തെ മകനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന്, അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. മുറ്റുമായി ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ നീ അനുഗ്രഹിച്ചാട്ട്, വൻകാര്യങ്ങളെ ചെയ്താട്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക കൃപ കൂടിയിരിക്കണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വൻകാര്യങ്ങളെ അവിടുന്ന് ചെയ്യാൻ പോകുന്നുണ്ട്. സ്തോത്രം. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറകണമേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലായ്പ്പോഴും നമ്മൾ പറയും വ്യത്യസ്തതയുള്ള പുതിയ ജീവിതാനുഭവം. വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ്. ഇന്നും നമ്മൾ നല്ലൊരു ജീവിതാനുഭവം കേൾക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം പൂനെയിൽ നിന്ന് പ്രിയപ്പെട്ട രഞ്ജിത് ലാൽ ബ്രദർ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ മകനെ നമ്മൾ വെൽക്കം ചെയ്യാണ്. വെൽക്കം രഞ്ജിത് ബ്രദർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പൂനെയിൽ നിന്ന് ജോയിൻ ചെയ്തല്ലേ? അതെ അതെ. പക്ഷേ നാട്ടിലെവിടെയാ? നാട്ടിൽ കൊല്ലം ജില്ലയിൽ നീണ്ടകര എന്ന് പറയുന്ന പ്രദേശത്താണ്. ശരി, നീണ്ടകര. അപ്പം സമുദ്രതീരമാണ്. തന്നെയല്ല, അതെ, അതെ. എനിക്ക് തോന്നുന്നു നീണ്ടകര നമ്മളെപ്പോഴും കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് അവിടെ മത്സ്യബന്ധന ബോട്ടുകൾ അടുക്കുന്ന സ്ഥലമാണ് അല്ലേ? അതെ 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 അതെ. അതെ. അപ്പോൾ കൊല്ലം ജില്ലയിൽ നീണ്ടകര, അവിടെ നിന്നൊരു സാക്ഷ്യം കേൾക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കൊല്ലം AG ചർച്ചിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. ഞങ്ങൾ കുടുംബമായി താമസിച്ചത്. എൻ്റെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തെയും ഹസ്ബൻഡുമാണ് കൊല്ലം AG ചർച്ചിൽ ഇപ്പോഴത്തെ ശുശ്രൂഷകരായിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് പ്രിയപ്പെട്ട രഞ്ജിത് ബ്രദറിൻ്റെ നമ്പർ കിട്ടിയത്. സന്തോഷമുണ്ട്. ആ ചർച്ചിലെ മെമ്പറാണോ? അതെ അതെ അതെ. കൊല്ലം AG ചർച്ചിലെ മെമ്പറാണ്. അതെ. ശരി. അപ്പം നമുക്ക് കഥകൾ ഒത്തിരി കേൾക്കാനുള്ളത് കൊണ്ട് ഞാൻ അധികം ചോദ്യം ചോദിക്കുന്നില്ല. ഒന്നോ രണ്ടോ ചോദ്യം കൂടെ ചോദിച്ചിട്ട് സമയം തരാം. പൂനെയിൽ ജോലി ചെയ്യുകയാണ്. അതെ അതെ. പൂനെ തന്നെ ആയിരുന്നോ? മഹാരാഷ്ട്ര വന്നിടം തൊട്ടേ പൂനെ ഇവിടെ തന്നെയാണ്. അത് ശരി. അപ്പോൾ മഹാരാഷ്ട്ര അല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ? ഇല്ല ഇല്ല, ഇവിടാണ്. കേരളം വിട്ടതിന് ശേഷം ആദ്യമായിട്ട് വരുന്നത് ഇവിടെയാണ്. മഹാരാഷ്ട്രയില്ല. എന്ത് വർക്കാണ് ചെയ്യുന്നത്? ഒരു കമ്പനിയിൽ ഫിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ശരി, ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. അപ്പം നാട്ടിൽ നിന്ന് ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോഴും ജോലിക്ക് ഇടയ്ക്കായിരുന്നു, അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം നമുക്ക് ഇനിയും അങ്ങ് നാട്ടിലോട്ട് പോയി ജനിച്ചു വളർന്ന നാടും മാതാപിതാക്കൾ, കുടുംബം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയ ചെറിയ അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി, അതിന് ശേഷം ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവം പറയാം കേട്ടോ. അപ്പോൾ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ഥലം, ജനിച്ചു വളർന്ന സ്ഥലം നീണ്ടകരയാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും ജനിച്ചത് അവിടെ തന്നെയാണോ? അതെ 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 അതെ. ശരി. അപ്പം മാതാപിതാക്കൾ, കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ട് സാക്ഷ്യങ്ങളിലേക്ക് പ്രവേശിക്കുക. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് രഞ്ജിത് ലാൽ ദിവാകരൻ. ഞാൻ കൊല്ലം ജില്ലയിൽ നീണ്ടകര പഞ്ചായത്തിൽ വെളുത്തുരുത്ത് എന്ന് പറയുന്ന പ്രദേശത്താണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ നിന്നാണ് ഞാൻ പൂനെക്ക് വരുന്നത്. അതിനു മുൻപായിട്ട് നമ്മുടെ പന്മന പഞ്ചായത്ത്, അതിന് കിഴക്കുവശം നെറ്റ്യാടെന്ന് പറയുന്ന പ്രദേശത്താണ് ജനിച്ചതൊക്കെ. പിന്നെ എൻ്റെ അച്ഛനൊക്കെ അങ്ങോട്ട് താമസം മാറിയതാണ് നീണ്ടകരയിലോട്ട്. എനിക്കൊരു 12 വയസ്സുള്ളപ്പോഴാണ് ഞാൻ നീണ്ടകരയിൽ വരുന്നത്. ബാല്യകാലത്തെ വിഷയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്കൊരു 4 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഒരു രോഗിയായി മാറിയായിരുന്നു. അദ്ദേഹത്തിന് ഈ കൺസ്ട്രക്ഷൻ്റെ RCC വർക്കിന്റെ ജോലിയാണ്. അപ്പോഴദ്ദേഹത്തിന് നട്ടലിന് ഒരു ഓപ്പറേഷനൊക്കെ വന്നതിന് ശേഷം
പിന്നെ ദീർഘനാളായിട്ട് ജോലിക്കൊന്നും പോകാതെ വീടിന്റെ അവസ്ഥയൊക്കെ വളരെ ബുദ്ധിമുട്ടി കൂടി കടന്നുപോയി. ഞങ്ങൾ 4 മക്കളാണ്, 3 ആണും 1 പെണ്ണും. ഞാനാണ് ഏറ്റവും ഇളയത്. മറ്റ് 2 ജ്യേഷ്ഠന്മാരും ഒരു സഹോദരിയുണ്ട്. അവരെല്ലാവരും വിവാഹം കഴിഞ്ഞ് പല പല ഇടങ്ങളിലായിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ ബാല്യത്തിലെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാടിൽ കൂടി ഇങ്ങനെ കടന്നു പോകാനിടയായി. അച്ഛന് പിന്നെ ഈ നട്ടൽ ഓപ്പറേഷന്റെ വിഷയമൊക്കെ ആയിട്ട് ദീർഘനാളുകളായിട്ട് ഹോസ്പിറ്റലൊക്കെ ആവേണ്ട അവസ്ഥ വന്നു. 1 വർഷത്തോളമൊക്കെ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കൂടി ഞങ്ങളുടെ ചുറ്റുപാടുള്ള അയൽക്കാരും മറ്റ് ബന്ധുക്കളും ഒക്കെയാണ് ഞങ്ങളെ ആഹാരമൊക്കെ തന്ന് വളർത്തി കൊണ്ടുവന്നത്. അങ്ങനെ പിന്നീട് അച്ഛന് ചെറിയ ചെറിയ ശരീരത്തിന് ഒരു ബലമൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹം ഈ തട്ടുകട ചായ കച്ചവടമൊക്കെ തുടങ്ങിയായിരുന്നു. ചായ മാത്രം, പിന്നീട് ദോശ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ ടൈറ്റാനിയം കമ്പനിയുടെ തൊട്ട് മുമ്പിലായിട്ടാണ് ഞങ്ങൾ ദീർഘവർഷം ഒരു തട്ടുകടയൊക്കെ നടത്തിയത്. അങ്ങനെ അതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വീട് കഴിഞ്ഞു പോയത്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഞങ്ങൾ നീണ്ടകരയിലോട്ട് കുറച്ചുകൂടെ വിപുലീകരിച്ച് നല്ല രീതിയിൽ ഒരു കച്ചവടം തുടങ്ങാമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഈ ബോട്ടൊക്കെ അടുക്കുന്നിടത്തൊക്കെ കപ്പയും കഞ്ഞിയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തുടങ്ങാനായിട്ട്, അപ്പം കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഒരു ഇൻകം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ വന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിച്ചത്ര ഒന്നും ഡെവലപ്പ് ആവാൻ പറ്റിയിട്ടില്ല. അപ്പോഴും വീട്ടിൽ കാലികളെ വളർത്തി അതിന്റെ പാലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ ചായക്കച്ചവടമൊക്കെ ചെയ്ത് നിൽക്കിയപ്പം എനിക്ക് വിദ്യാഭ്യാസം കൂടുതലായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ ശങ്കരമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അതായത് ഈ പന്മനയിൽ നിന്ന് ഞങ്ങൾ നീണ്ടയിലോട്ട് താമസം മാറിയപ്പോഴത്തേക്ക് 1 വർഷമേ പിന്നീട് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. വീട്ടിന്റെ അവസ്ഥ, 2 വണ്ടി മാറി കയറണം, വണ്ടിക്കൂലി തരാനില്ല. അങ്ങനെയൊക്കെ എനിക്ക് വെറും 8ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. പിന്നീട് വീടിന്റെ പ്രാരാബ്ദങ്ങളൊക്കെ കാരണം ഞാന് മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ നീണ്ടകര ഈ കായലും കടലും കൂടെ ചേരുന്നിടത്ത് കോരുവലക്കായലുണ്ടായിരുന്നു. ഈ കോരുവല എന്ന് പറയുമ്പം നമ്മുടെ ഈ പന്നയ്ക്കത്തുരുത്ത്, കൊച്ചുതുരുത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് സുപ്രിച്ചാൻ, ജോസച്ചാൻ, പിന്നെ ഒരാഴ്ചാൻ, അങ്ങനെ 2-3 സഹോദരങ്ങൾ എന്നെ ജോലിക്ക് വേണ്ടിയിട്ട് വിളിച്ചു. അങ്ങനെ അവരോടൊപ്പം ഇങ്ങനെ മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴ് ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കും. വളരെ ചെറിയ പ്രായത്തിൽ ഞാനിങ്ങനെ മത്സ്യബന്ധനത്തിന് പോകുന്നെന്ന് അപ്പം ഞങ്ങളുടെ ആ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാരെല്ലാം കാണുന്നുണ്ട്. എനിക്ക് അപ്പോഴത്തേക്കൊരു 14 വയസ്സ് പ്രായം കാണും, 94-ല്. അങ്ങനെ ഈ മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പം വല ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് വല പിടിക്കണം. അപ്പൊ വല പിടിക്കുന്ന കൂട്ടത്തിൽ എന്റെ കാലിൽ എന്തോ കടിച്ച്. അപ്പൊ ഇങ്ങനെ വലിയൊരു കുറ്റിയിലാണ് നിൽക്കുന്നത്, ചവിട്ടി നിൽക്കുന്നത്. അപ്പൊ അതിൽ കാലിൽ എന്തോ കടിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ വള്ളത്തെ കയറി. അങ്ങനെ വള്ളത്തേല് ഇരിക്കുമ്പോൾ ഞാനങ്ങ് വിറയ്ക്കുക, കൈയും കാലും എല്ലാം പെട്ടെന്ന് വിറയ്ക്കുന്നു. ആ കടിച്ച പാവം അങ്ങ് നീല കളർ പോലെ വന്നു. പെട്ടെന്ന് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദാസപ്പച്ചാൻ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എന്നെ വീട്ടിൽ വിട്, എനിക്ക് വയ്യ. പെട്ടെന്ന് തന്നെ കിടുങ്ങലായി പനി കയറി അടിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത്. അപ്പൊ എന്തോ വെള്ളത്തിന് അടിയിൽ വെച്ച് കടിച്ചതെന്നുള്ളത് അറിയുന്നില്ല. അങ്ങനെ ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പിറ്റേന്ന് തൊട്ട് എന്റെ ശരീരം എല്ലാം കൂടി ഇങ്ങനെ പൊട്ടി വട്ടച്ചൊറി പോലെ ഇങ്ങനെ ശരീരമെല്ലാം ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഈ വട്ടച്ചൊറിയൊക്കെ വന്ന് മാറുന്നില്ല. പിന്നെ ഓയിൽമെന്റ് ഒക്കെ പുരട്ടി നോക്കി, എന്നിട്ടും കുറയുന്നില്ല. അങ്ങനെ ദിവസങ്ങളിൽ പലരും പറഞ്ഞു, ഇനി ആയുർവേദം കഴിച്ചു നോക്ക്, മാറുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആയുർവേദം കഴിക്കാനായിട്ട് പോയി. അങ്ങനെ അതും കഴിച്ചു നോക്കിയിട്ടൊന്നും കുറയുന്നില്ല. ശരീരത്തിന്റെ ഈ കയ്യും കാലും പല ഭാഗങ്ങളെല്ലാം അങ്ങ് വ്രണങ്ങള് ഇങ്ങനെ വട്ടത്തിന് ഇങ്ങനെ വന്നിട്ടങ്ങ് അത് പൊട്ടി അതിനകത്തുനിന്ന് സ്മെല്ലെടുക്കും. അപ്പൊ ആൾക്കാരെടുത്തോട്ട് പോകാനൊക്കത്തില്ല. കൂട്ടുകാര് പിള്ളേരൊക്കെ ചൊറിയും വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അങ്ങ് ഇൻസൾട്ട് ചെയ്ത് ഒറ്റപ്പെടുത്തും. ആരും എന്നെ അടുപ്പിക്കത്തില്ല. മാനസികമായിട്ട് ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. അപ്പോഴ് വീടിന്റെ അവസ്ഥ, പിന്നെ എല്ലാം കൊണ്ടും വലിയ ബുദ്ധിമുട്ട്. അപ്പൊ ആരും ജോലിക്കും വിളിക്കത്തില്ല, ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ഇല്ല, ശരീരമെല്ലാം വളരെ അങ്ങ് സ്കെൽറ്റായി ഞാന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ വെളുത്തുരുത്തിന്ന് ഒരു തടിപ്പാലം വഴിയാ പന്നയ്ക്കത്തുരുത്തി പോകുന്നത്. ആ തുരുത്തുകളാണ് മൊത്തം. ആ പന്നയ്ക്കത്തുരുത്തിന്ന് നേരെ കൊച്ചുതുരുത്തിലേക്ക് ഞാൻ പോകാനിടയായി. കൊച്ചുതുരുത്തി ലിയോൺ അപ്പച്ചൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചനുണ്ട്. അദ്ദേഹത്തിനെ ചെന്ന് കണ്ടു.
അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ച എന്റെ കൈയും കാലും ഒക്കെ ഇങ്ങനെയുള്ള അവസ്ഥ. അപ്പൊ എന്നെ കണ്ടപ്പോ തന്നെ അദ്ദേഹം പറഞ്ഞു, മോനെ നിനക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസമുണ്ടോ? ആ ദൈവം കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ ദൈവമാണെന്ന് പറഞ്ഞു. അപ്പോഴ് ഞാൻ പറഞ്ഞ്, ഞങ്ങൾക്ക് 33 ദൈവങ്ങളുണ്ട് വീട്ടിലപ്പോ, ഒരുപാട് ദൈവങ്ങളെയൊക്കെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ ദൈവത്തെക്കാൾ വലിയൊരു ദൈവം ഉണ്ടോ എന്നുള്ള എന്റെ ഉള്ളിലൊരു ചിന്ത. ഞാൻ വിചാരിച്ചു ഇതിനോടൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ ഈ അസുഖത്തിൽ നിന്നൊരു വിടുതൽ കിട്ടണം. അപ്പൊ അപ്പച്ചൻ പറഞ്ഞ്, കർത്താവ് യേശു ക്രിസ്തു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ ദൈവമാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ച മകനെ നിനക്ക് തീർച്ചയായിട്ടും സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനതിൽ ചോദിച്ചു, അപ്പച്ച ആ ദൈവം എവിടാ? എനിക്കറിയത്തില്ല. ഇപ്പൊ പല ഈ ആൾ ദൈവങ്ങളെ പോലെ ഇവിടൊക്കെ അങ്ങനെ ഉള്ള. ഇപ്പൊ ഞാൻ അപ്പച്ചൻ പറഞ്ഞ്, ദൈവം സ്വർഗത്തിലാണ് വസിക്കുന്നത്, പക്ഷെ ആ ദൈവത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിനക്ക് വിടുതലുണ്ടാകും. അപ്പം ഞങ്ങളുടെ അവിടെ പുനലൂര് അന്ന് കൺവെൻഷൻ നടക്കുകയാണ്, ബദേലേജിയുടെ കൺവെൻഷൻ നടക്കുമ്പം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവന് താല്പര്യമുണ്ടോ, നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പച്ച താല്പര്യം ഉണ്ട്, പക്ഷേ ഞങ്ങള് ഹൈന്ദവരായോണ്ട് ചർച്ചിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡ്രസ്സ് വേണം, പിന്നെ ഇത്രയും ദൂരം ഇല്ലയോ, അപ്പൊ തടസ്സങ്ങളൊക്കെ ഇങ്ങനെ പലതാണ്. ഞാൻ പറഞ്ഞപ്പോ എനിക്ക് നല്ലൊരു ഡ്രസ്സ് ഇല്ല, ഉടുപ്പ് ഒരു ഉടുപ്പുമില്ല, വെള്ളമുണ്ടില്ല. അപ്പൊ ഞാൻ ഒരു കാവി കൈലിയൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ചെന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ജനിച്ചു വളർന്ന പശ്ചാത്തലം എന്ന് പറയുമ്പോൾ തന്നെ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് ക്ഷേത്രങ്ങൾ അടുത്തുണ്ട്. അവിടെ ഇങ്ങനെ ശാഖയ്ക്ക് പോകും, ക്ഷേത്രങ്ങളിൽ ദീപാരാധനയ്ക്ക് പൂജയ്ക്ക് മണിയടിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഭക്തിയോടെ ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ദൈവങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടൊന്നും എനിക്ക് ഈ രോഗത്തിൽ നിന്നൊരു വിടുതലില്ല. അപ്പൊ എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ ഈ രോഗത്തിൽ നിന്നൊരു സൗഖ്യം കിട്ടണം. അപ്പൊ അപ്പച്ചൻ പറഞ്ഞ്, വസ്ത്രവും ഒരു ഉടുപ്പും മുണ്ടും ഞാൻ തരാം, അവൻ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പച്ച വണ്ടിക്കൂലി അതും ഞാൻ എടുക്കാം, ഇനി വന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വളരെ താല്പര്യത്തോടെ എന്നെ വിളിച്ച്, അങ്ങനെ അവിടെ നിന്ന് വെളുപ്പിനെ തന്നെ ഇവിടെ പുനലൂര് പോയി. അങ്ങനെ 96-ലാണ് അവിടെ അങ്ങനെ കടന്നു പോകാൻ ഇടയാകുന്നത്. അപ്പൊ ഈ 2 വർഷത്തോളം ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 96 അപ്പച്ചന്റെ കൂടെ അങ്ങനെ ബദേലിലെ കൺവെൻഷന് പോയി. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ കടന്നു വന്ന്. അപ്പം പ്രാർത്ഥന തീരുന്നതിന് മുമ്പായിട്ട് ദൈവദാസൻ രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതാത് സ്ഥലങ്ങളെ അവർക്ക് എഴുന്നേറ്റിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും എഴുന്നേറ്റ് നിന്ന്, ഞാൻ നിന്നുകൊണ്ട് എന്റെ മനസ്സുകൊണ്ട് ഞാൻ പറയാ, കർത്താവ് യേശുവേ, അവിടുന്ന് ജീവനുള്ള ദൈവമാണെങ്കിൽ എന്റെ ഈ അസുഖത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ തരണേന്ന് ഞാൻ ഇങ്ങനെ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ അത്രയും പറഞ്ഞോള്. അത്രയും പറഞ്ഞിട്ട് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. അപ്പച്ചൻ എനിക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചു തന്ന് ഞങ്ങൾ ഇനി നീണ്ടകര വന്ന് ഞാൻ എന്റെ ഭവനത്തിലോട്ടും വന്ന്. പിറ്റേന്ന് തിങ്കളാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ പല്ല് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ചേച്ചി എന്നെ കണ്ടിട്ട് ചോദിച്ചു, എന്തിനു മരുന്നാ മോനെ നീ ഇട്ടത്, നിന്റെ കൈകാരോഗ്യത്തിൽ വ്യത്യാസം. അപ്പോഴും ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കുന്നത്, രാവിലെ എഴുന്നേറ്റിട്ട് ഈ വിടുതൽ ഒറ്റ രാത്രി കൊണ്ട് ദൈവം തന്നത് ഞാൻ കണ്ടില്ല. നേരം വെളുത്ത് നോക്കിയപ്പോഴത്തേക്ക് എന്റെ കയ്യും കാലും എല്ലാം ആ വ്രണം എവിടെ പോയെന്ന് അറിയാൻ വയ്യ. പരിപൂർണമായിട്ട് സുഖം എനിക്ക് കിട്ടി, ഭയങ്കര സന്തോഷം. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ ഓടി അപ്പച്ചനെടുത്ത് ചെന്ന്. ഞാൻ അപ്പച്ചനെടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അപ്പച്ചാ നിങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്, ഞാൻ ഇനി നിങ്ങളുടെ ദൈവത്തെ സേവിക്കുന്നോളൂ, നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരിക എന്ന് പറഞ്ഞു. അപ്പം അപ്പച്ചൻ പറഞ്ഞ്, അയ്യോ മോനെ, നിങ്ങളുടെ ആൾക്കാരൊക്കെ, കാര്യം ഞാൻ ഈ താമസിക്കുന്ന വെളുത്തുരുത്ത് എന്ന് പറയുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ കൂടുതലും ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങളാണ് കൂടുതലുള്ളത്. ക്രിസ്ത്യൻസ് വളരെ ചുരുക്കമാണ്. അപ്പൊ ഞങ്ങളുടെ ആൾക്കാരൊക്കെ അവരെ ഉപദ്രവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞു, മോനെ നീ ഇപ്പൊ വരണ്ട, നിന്റെ മനസ്സിൽ ഇരുന്നാ മതി, വിശ്വാസം ദൈവത്തോട് മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നെ ഞാൻ ഒഴിവാക്കാൻ നോക്കി. ഞാൻ പറഞ്ഞല്ല അപ്പച്ച, കർത്താവ് യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവം, ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് സൗഖ്യം തന്നു, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരിക. ഞാൻ അങ്ങനെ നിർബന്ധിക്കുന്ന കാരണം അപ്പച്ചൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ നല്ലെഴുത്തുമൊക്കെ AG സഭയില് അപ്പച്ചനോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാനിടയായി. അങ്ങനെ നല്ലെഴുത്തുമുക്ക് AG സഭയില് കടന്നുപോയി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ കടന്നു പോകുന്നത്. അപ്പൊ അവിടെ ഞാൻ ചെന്ന് നോക്കിയപ്പം വിഗ്രഹങ്ങളൊന്നുമില്ല. കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് സൺഡേ ക്ലാസ് പഠിക്കുന്നു. എനിക്ക് വലിയ താല്പര്യം തോന്നി. ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്നിരിക്കട്ടെ. അപ്പൊ ഞാൻ അവരോടൊപ്പം പോയിരുന്നു. അവരിങ്ങനെ ഓരോ വചനങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ സൺഡേ ക്ലാസ്സിന് വന്നിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനും അവരോടൊപ്പം പോയിരുന്നുകൊണ്ട് ബൈബിളൊക്കെ വായിച്ച് ഓരോ വാക്യങ്ങളൊക്കെ പഠിച്ച് സൺഡേ ക്ലാസ്സിന് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ ദൈവം സൗഖ്യം തന്നതിന് ശേഷം പിന്നെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി.
ഇപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോകുന്ന കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ചുറ്റുപാടിലൊക്കെ ഉള്ള നീണ്ടകര എൻ്റെ വെളുത്തുരുത്തം എന്ന് പറയുന്ന പ്രദേശത്തുള്ള പല സഹോദരങ്ങളും ചോദിക്കുവാനിടയായി, സുഹൃത്തുക്കളൊക്കെ, ഇയാൾ എവിടെ പെന്തക്കോസിൽ പോവുകയാണോ, ക്രിസ്ത്യാനിയായോ എന്നൊക്കെ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞ്, എനിക്കൊരു രോഗം ഉണ്ടായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച ആ ദൈവം എനിക്ക് സൗഖ്യം തന്ന്, ഞാൻ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്, നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പലരോടും പറഞ്ഞ്, അപ്പം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന കണ്ടപ്പോഴത്തേക്ക് പലർക്കും വിരോധങ്ങൾ ഇങ്ങനെ ഏറി വന്ന് നോക്കിയപ്പം, അയ്യോ, ഒരു ഹൈന്ദവ പയ്യൻ ഇങ്ങനെ ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനികളുടെ ദേവാലയത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ കണ്ടപ്പോഴത്തേക്ക് ചുറ്റുപാടുള്ള പലരും എതിരായി. അപ്പൊ എന്റെ ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരനുണ്ട്, അദ്ദേഹം RSSന്റെ ഈ ശാഖയുടെ പ്രവർത്തനമൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള കുറെ സുഹൃത്തുക്കളെയൊക്കെ അദ്ദേഹം അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും ഇതിന് ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഇതൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം മറ്റൊരു ദൈവവും തരാത്ത ഒരു വിടുതലാണ് യേശുക്രിസ്തു എനിക്ക് തന്നത്. അപ്പം യേശുക്രിസ്തുവിനുള്ള വിശ്വാസം എന്നിൽ വർദ്ധിച്ച് എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ തുടങ്ങി. അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് കാരണം എൻ്റെ സഹോദരങ്ങള്, മൂത്ത ജ്യേഷ്ഠനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എല്ലാം പറഞ്ഞ്, എവനിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല, എവനെ എങ്ങനെയെങ്കിലും നമുക്ക് അത് നിർത്തണം, അല്ലെങ്കിൽ അവൻ മതം മാറിപ്പോകും, അങ്ങനെയൊക്കെ ആകും എന്നൊക്കെയുള്ള രീതിയിൽ പലതരത്തിലും അവരിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കാൻ തുടങ്ങി. ആദ്യമേ തന്നെ ഈ കരയോഗത്തിന്റെ സെക്രട്ടറിയുടെ വീട്ടിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, നമ്മുടെ സമുദായത്തിൽ നിന്ന് നിങ്ങളെ പിന്നെ പുറത്താക്കും, കരയോഗത്തിൽ നിന്ന് പുറത്താക്കും, നിങ്ങളുടെ വീട്ടിലൊരു വിശേഷം വന്നാൽ ഞങ്ങളുടെ ആൾക്കാരും കാണത്തില്ല, നീ ഇങ്ങനെ പോകുന്നതൊന്നും ശരിയല്ല, വിശ്വാസമൊക്കെ മനസ്സിലിരുന്നാൽ മതി, ഞങ്ങൾക്കെല്ലാം വിശ്വാസമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ എന്നെ കുറെ ഉപദേശിക്കാൻ തുടങ്ങി. ഞാൻ കുറച്ചു നേരം കേട്ടിട്ട് ഞാൻ പറഞ്ഞ്, എൻ്റെ പൊന്നു ചേട്ടാ, നമ്മുടെ വിശ്വാസത്തിലുള്ള എല്ലാ ദൈവങ്ങളെയും ഞാൻ ഒത്തിരി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും നേർച്ച കാഴ്ചകളൊക്കെ ചെയ്തിട്ട് എനിക്ക് ഈ അസുഖത്തിൽ നിന്ന് വിടുതൽ തരാൻ ഒന്നിനും കഴിഞ്ഞില്ല, ആർക്കും കഴിഞ്ഞില്ല. ഞാൻ അങ്ങനെ യേശുദേവനെ വിശ്വസിച്ചപ്പോൾ ആ ദൈവം എനിക്ക് സൗഖ്യം തന്നു. അങ്ങനെ ആ സൗഖ്യം തന്നപ്പം എനിക്ക് ആ ദൈവത്തോടുള്ള ആത്മാർത്ഥത, വിശ്വാസം എനിക്ക് വർദ്ധിച്ച് എനിക്ക് ആ ദൈവത്തെ ഞാൻ ഇനി തൊട്ട് സേവിക്കും. എന്റെ കൊക്കിന് ജീവനെടുത്തോളം കാലം ഞാൻ പള്ളിയിൽ പോകും, ആ ദൈവത്തെ ആരാധിക്കും, അതെന്റെ ആവശ്യമാണ്, നിങ്ങൾക്ക് എന്തുവെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ അവരോട് ചലഞ്ച് ചെയ്തിട്ട് ഇനി പോയിരുന്നു. അപ്പോഴത്തേക്ക് അവർക്ക് വാശിയായി, അവനെ ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇങ്ങനെ പലരെയും വിട്ട് പ്രതികൂലങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ചർച്ചിൽ പോകുന്നുണ്ട്. അങ്ങനെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോഴത്തേക്ക് ചാക്കോമത്തെ പാസ്റ്റർ സമയത്താണ് അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. അദ്ദേഹം ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോഴത്തേക്ക് ഞാൻ ദൈവസന്നിധിയിൽ വളരെ ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം എന്നെ അഭിഷേകത്താൽ നിറച്ച് എന്റെ ശരീരത്തുണ്ടായിരുന്ന ഭൂതവും എല്ലാം വിട്ടുപോയി. കർത്താവ് എന്നെ പരിപൂർണമായിട്ട് സൗഖ്യമാക്കി. അങ്ങനെ ആ ഒരു ആത്മീയ സന്തോഷം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ലഭിച്ചിരിക്കുന്ന, എനിക്ക് ഉള്ളിൽ കിട്ടിയിരിക്കുന്ന സമാധാനം, സന്തോഷം മറ്റുള്ളവരോട് എങ്ങനെയെങ്കിലും പറഞ്ഞറിയിക്കണം. അങ്ങനെ ഞാനും അവിടെ ഉണ്ടായിരുന്ന ലിയോണപ്പച്ചനും അതുപോലെ തന്നെ ലിവിഷൻ സാർ എന്ന് പറയുന്ന അതിന്റെ തൊട്ടപ്പുറത്തുള്ള അദ്ദേഹം തെക്കുംഭാഗം എന്ന് പറയുന്ന പ്രദേശത്തൊരു സഭ തുടങ്ങിയായിരുന്നു. അങ്ങനെ ആ സഭയുടെ തുടക്കഘട്ടങ്ങളിലൊക്കെ അപ്പച്ചൻ എന്നെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഞാൻ അവരോടൊപ്പം പോയിട്ട് പരസ്യങ്ങളിലൊക്കെ സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. അങ്ങനെ കോവികള കൺവെൻഷൻ പലയിടങ്ങളിലും സാക്ഷ്യം പറയുവാനായിട്ട് കർത്താവ് ഭാഗ്യം തന്ന്. ലഭിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ആശുപത്രികളിലൊക്കെയും കടന്നുപോയി രോഗികളോടൊക്കെയും ഞാൻ സുവിശേഷം പറയുകയും ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ആ അത്ഭുത വിടുതലിനെ കുറിച്ചൊക്കെ ഞാൻ പറയുവാനിടയായി. അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് എനിക്ക് മോട്ടോർ സൈക്കിളിന്റെ പണി പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ ആ സമയത്ത് തന്നെ ഞാൻ മീൻ പിടിക്കാനും പോകും, അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ ഇലക്ട്രിക്കലിന്റെ പണി പഠിക്കാനും പോകും. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ അച്ഛന്റെ ജ്യേഷ്ഠ സഹോദരൻ വന്നിട്ട് പറഞ്ഞ്, ഇവനെ മെക്കാനിക്കൽ പണി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, ഒരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വെറ്റമുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് പണി പഠിക്കാനായിട്ട് ഇങ്ങനെ പോകാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ ഇവരെല്ലാം എൻ്റെ കയ്യിൽ നിന്നുള്ള ബൈബിളെല്ലാം കൂടെ പിടിച്ച് മേടിച്ച് ഒരു ദിവസം അവരങ്ങ് തീയിട്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി. പിന്നെ ഞാൻ ചർച്ചയിൽ നിന്ന് ബൈബിളുകൾ കൊണ്ടുവന്ന് വീട്ടിൽ എവിടെ ഒളിപ്പിച്ച് വെച്ചാലും അവരെടുത്ത് അത് തീയിടും. അങ്ങനെ ഞാൻ
ബൈബിൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ തെങ്ങിന്റെ മണ്ടയിൽ കയറി പ്ലാസ്റ്റിക് പേപ്പറിൽ പൊതിഞ്ഞ് ആ തെങ്ങിന്റെ മണ്ടയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ എങ്ങനെയും ഇത് വായിക്കാനായിട്ട് രാത്രി സമയങ്ങളിൽ ഒരു ചെറിയ ടോർച്ച് ലൈറ്റുമായിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട് അവിടെ ഇരുന്ന് ഓരോ വാക്യങ്ങൾ ഞാൻ എടുത്ത് വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് അവിടെ വെക്കും. അങ്ങനെ അവർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എങ്ങനെയെങ്കിലും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും മറ്റ് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് യവനെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല, യവനെ നമുക്ക് പിടിക്കണം, എങ്ങനെയെങ്കിലും യവന്റെ ഉള്ളിലിരിക്കുന്ന ഈ വിശ്വാസം മാറ്റിയിട്ട് അവനെ നമ്മൾ ഹിന്ദുവാക്കി കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരു ചിന്ത അവർക്ക് വന്ന് മന്ത്രവാദി എടുത്ത് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ കടന്നു വന്ന് വീട്ടിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഞങ്ങളുടെ ഓല മേഞ്ഞ ചെറ്റപ്പരയാ, ചെറ്റ കുത്തിയിട്ട് മേളിൽ ഓല മേഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയ ചായ്പ് പോലെ ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഞാൻ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ എടുത്തിട്ട് അദ്ദേഹം ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഈ പ്രയാസമൊക്കെ കൂടിയപ്പോഴത്തേക്ക് ഞാൻ നേരെ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചവറ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന പോലീസ് സാറിനോട് പറഞ്ഞു, സാറേ എനിക്കിതുപോലെ ഒരു അസുഖം ഉണ്ടായിരുന്നു, അസുഖത്തിൽ നിന്ന് കർത്താവ് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടി, ഞാനിപ്പം ചർച്ചിൽ പോകുന്നുണ്ട്, ഇപ്പൊ ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഇപ്പൊ എന്റെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് സ്വാതന്ത്ര്യമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും സാർ ഇടപെട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് കുഴപ്പമില്ല, നിന്റെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ അടുത്ത്? ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഉപ്പാപ്പനുണ്ട്, അദ്ദേഹത്തിന്റെ നമ്പർ കൊടുത്ത് അദ്ദേഹം വന്നു എന്നെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെളുപ്പിനെ ഇറക്കി, അവിടുന്ന് എന്നെ ഇറക്കി വീട്ടിലോട്ട് കൊണ്ടുവിടാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറച്ച് മുമ്പോട്ട് കൊണ്ടുവന്ന് വിട്ടിട്ട് കുറച്ച് 10 രൂപ വണ്ടിക്കൂലിയും തന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നേരെ അങ്ങ് തിരുവനന്തപുരത്തിന് പോയി. അപ്പൊ എന്റെ ഉള്ളിൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞ സത്യം, ഈ കർത്താവ് യേശുക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആത്മസന്തോഷം, ഈ വിടുതല് മറ്റുള്ളവരോടൊക്കെ പറയണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും ബൈബിൾ കോളേജിൽ കടന്നു പോയിട്ട് എനിക്ക് ബൈബിള് പഠിക്കണം, മറ്റുള്ളവരോട് സുവിശേഷം പറയണം, അങ്ങനെയുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ തിരുവനന്തപുരത്ത് പോയി. അപ്പൊ അന്ന് 17 വയസ്സ് പ്രായമാണ്. അങ്ങനെ തിരുവനന്തപുരത്തോട്ട് പോയി ഞാൻ അവിടെ ചെന്ന് തമ്പാനൂരിൽ ചെന്ന് ഇറങ്ങി ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഇതുപോലെ സുവിശേഷം പറയാൻ താല്പര്യമുണ്ട്, ഇവിടെയൊക്കെ ഉള്ളവരുടെ ഞാൻ സുവിശേഷം പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ഇങ്ങനെ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ കുറെ പേരെ ഇങ്ങനെ പോക്കറ്റടി പല കേസിലൊക്കെ കൊണ്ടുവന്ന് പിടിച്ചിരുത്തിയിരിക്കുന്നു. അവരോടൊക്കെ ഞാൻ ചെന്ന് സുവിശേഷം പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്കിത് ഹോസ്പിറ്റലൊക്കെ കടന്നു പോയിട്ട് സാക്ഷ്യം ഇങ്ങനെ സുവിശേഷം പറയണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ആ സ്ഥലമൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ജനറൽ ഹോസ്പിറ്റലൊക്കെ കടന്നു പോയിട്ട് ഈ ഹോസ്പിറ്റലിലോട്ട് കടന്നു ചെല്ലുമ്പോഴത്തേക്ക് ദൈവാത്മാവ് എന്നിൽ കാണിച്ചത് 7ാമത്തെ വാർഡിൽ 7ാമത്തെ ബെഡിൽ ശിവൻ എന്ന് പേരുള്ള ഒരു വ്യക്തി കിടക്കുന്നു. അഞ്ചലുകാരനാണ്. അദ്ദേഹത്തെ എൻ്റെ അടുത്ത് കടന്നു പോയിട്ട് സുവിശേഷം പറയുവാനായിട്ട് അദ്ദേഹത്തോട് ഞാൻ കടന്നു ചെന്നിട്ട് പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തു എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചതാണ്, ആ ദൈവത്തിൽ വിശ്വസിക്കുക, നിങ്ങളുടെ രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടും. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കടന്നു വന്നിട്ട് അവരിൽ നിന്ന് കരയുകയാണ്. അപ്പം ഇദ്ദേഹം ഒരു 3 മാസത്തിന് മുമ്പ് ഏതോ ഒരു ദൈവദാസനെ ഉപദ്രവിച്ച് ഈ അദ്ദേഹത്തിന്റെ വൈഫും മകനും ചർച്ചിൽ കടന്നു പോകുന്നുണ്ടായിരുന്നു. പാവങ്ങളായ ഒരു കുടുംബമാണ്. അദ്ദേഹം ഒരു വിടുതലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഈ ദൈവദാസനെ ഉപദ്രവിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹം രോഗിയായി മാറിയെന്നുള്ള ഒരു വിഷമത്തിൽ ഇദ്ദേഹം ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് കർത്താവ് സൗഖ്യം തരും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിരുന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം അവർ കുടുംബമായിട്ട് സ്നാനപ്പെട്ടു എന്ന് കേൾക്കാനിടയായി. ദൈവം അവരെ അനുഗ്രഹിച്ചു. അങ്ങനെയെല്ലാം ഞാൻ അന്നത്തെ ദിവസം അവിടെ എല്ലാം വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വീട്ടിൽ വരാതെ സ്ഥലം വിട്ടു പോയതിന്റെ ഇത് പശ്ചാത്തലം വെച്ചുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും മറ്റു സഹോദരങ്ങളെല്ലാം വിഷമത്തിലായി. അവർ വിചാരിച്ചു ഞാനിനി തിരിച്ചു വരത്തില്ലയോ. ഉടനെ ഇവര് അന്വേഷിച്ചവര് എന്ന് കംപ്ലൈന്റ് കൊടുത്ത് ഉടനെ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് തിരുവനന്തപുരത്തുണ്ട് ആള്, അവനിവിടെ ഉണ്ട്, അവിടെ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും എൻ്റെ ഉപ്പാപ്പ വന്ന് അദ്ദേഹത്തോടൊപ്പം എന്നെ തിരിച്ച് നീണ്ടകര കൊണ്ടുവന്നു. അങ്ങനെ നീണ്ടകര തിരിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇപ്പൊ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരുമ്പോ ഇനിയും ശാന്തമായിരിക്കും, ആൾക്കാർ എന്നെ ഉപദ്രവിക്കത്തൊന്നുമില്ല, പ്രശ്നങ്ങളെല്ലാം ഇനി ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുന്നുള്ള പേടി കൊണ്ട് എന്നോട് ആൾക്കാരൊക്കെ ഒരു അനുകമ്പ കാണിക്കുമെന്ന് വിചാരിച്ച്. പക്ഷെ എല്ലാം നേരെ തിരിഞ്ഞായിരുന്നു വന്നത്. യാദൃശികമായിട്ട് ഞാൻ വീട്ടിലോട്ട് കടന്നു വരുമ്പോ തന്നെ എൻ്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തെ ശശി എന്ന് പറയുന്ന ഒരു അണ്ണൻ, അദ്ദേഹം എൻ്റെ അച്ഛനുമായിട്ട് എന്നെ ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറ്റി നേരെ ഈ മെന്റൽ ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയത്. നമ്മുടെ കൊല്ലം ജില്ലയിൽ നമ്മുടെ കളക്ടറേറ്റിന്റെ തൊട്ടടുത്തായിട്ട് അമ്മച്ചിവീട് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡോക്ടർ ക്രിസ്റ്റി ഡോക്ടറുണ്ട്, ഒരു പീതാംബരൻ ഡോക്ടറുണ്ട്, ഗോപി എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്.
അപ്പം അവിടെ കൊണ്ടു ചെന്ന് ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തിനാ അവിടെ കൊണ്ടുവന്നേ? അപ്പൊ എന്റെ അച്ഛനും മറ്റേ ശശിയണ്ണനും എല്ലാം പറയുകയാണ്, ഞങ്ങള് ഹിന്ദുക്കളാ, ഇവനിപ്പം ഈ വീട്ടിൽ വന്നിട്ട് സ്തോത്രവും ഹല്ലേലൂയ ആമേനൊക്കെയാ പറയുന്നത്, എന്തൊന്നും ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല. ഇതൊക്കെ ഒന്ന് മാറി ഞങ്ങളുടെ ദൈവം നിങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ അവനെ വിട്ടാ മതി, അവന് അതുവരെ ഇവിടെ കിടക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ ഇട്ടിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കടന്നു ചെന്ന്, അപ്പൊ കുറെ രോഗികളുണ്ട്, കട്ടുകളിൽ എല്ലാ ബെഡ് നിറഞ്ഞു കിടക്കുക. അപ്പൊ പലരുടെയും പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ ആൾക്കാര് ബന്ധുക്കളും ഒക്കെ വരുന്നു. അപ്പൊ ഞാൻ അവരോടൊക്കെ ഇങ്ങനെ ചോദിച്ചു, എന്താണ് വിഷയങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവരോട് ഞാൻ പറഞ്ഞു, യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടും. ഞാൻ അങ്ങനെ കർത്താവിന്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. അങ്ങനെ കർത്താവ് പലരെ ഓടുന്ന് പിടിവെച്ച് സൗഖ്യമാക്കി അവരെല്ലാം പറഞ്ഞു വിട്ട്. അങ്ങനെ ഒരു 1.5 ആഴ്ച കൊണ്ട് ഹോസ്പിറ്റലിൽ ഒരുപാട് പേര് ഡിസ്ചാർജ് ആയി പോയി. പെട്ടെന്ന് തന്നെ അവർക്ക് നഷ്ടം വരുമല്ലോ എന്ന് വിചാരിച്ച് അവര് വിളിച്ചിട്ട് പറഞ്ഞ്, അവനെ കൊണ്ടുപോയിക്കോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് വീണ്ടും ഞാൻ നീണ്ടകരയിൽ എന്റെ ഭവനത്തിൽ വന്ന്, അങ്ങനെ നീണ്ടകരയിൽ ഭവനത്തിൽ കടന്നു വന്ന് ഞാൻ വിചാരിച്ചു, ദൈവമേ ഇനിയെങ്കിലും എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്തെന്നൊക്കെ കേൾക്കുമ്പം സാധാരണ വിഷമമുണ്ട്. പക്ഷേ അതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ പിന്നെ അവരോട് ആരോടും വിരോധമൊന്നും വെച്ചില്ല. അപ്പൊ ഞാൻ ഏറ്റവും ഇളയാളായതുകൊണ്ട് എന്റെ സഹോദരിക്കും ജ്യേഷ്ഠനും എല്ലാവർക്കും എന്നെ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ അവകാശമുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ചൊന്നും പറയത്തില്ല. അങ്ങനെ നീണ്ടകര വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ജ്യേഷ്ഠ സഹോദരന്റെ സുഹൃത്തുക്കളെല്ലാം ഇങ്ങനെ പലരും പ്ലാൻ ചെയ്ത് യവനെ മന്ത്രവാദി എടുത്ത് കൊണ്ടുപോയി മന്ത്രവാദത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ മന്ത്രവാദം ചെയ്തു കഴിഞ്ഞാൽ യവന്റെ ശരീരത്തുള്ള യേശുവിന്റെ ആത്മാവ് വിട്ടുപോകും, അത് കഴിയുമ്പോൾ അവൻ നോർമലായി പഴയ ആളായി വരുമെന്നുള്ള ഒരു ചിന്തയിൽ അവരങ്ങനെ പരിമണം ക്ഷേത്രത്തിന് കിഴക്കുവശം ഒരു മണ്ണാന്തറ എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. അവിടെയുള്ള ഒരു പോറ്റി എന്ന് പറയുന്ന അദ്ദേഹം എന്റെ ജ്യേഷ്ഠനുമായിട്ട് നല്ല സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുചെന്ന്, വെളുപ്പിനെയാണ്, ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറ്റി കൈയൊക്കെ പിടിച്ച് കെട്ടിയാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുചെന്ന് അവിടെ അതിനകത്ത് ഇരുത്തിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഏതാണ്ട് വലിയ ഹോമം ഒക്കെ ചെയ്ത് കുറെ ചരടുകൾ ഭസ്മങ്ങൾ തല തൊട്ട് കാലുവരെ അങ്ങ് ഭസ്മങ്ങൾ വാരിയിട്ട് ഒരുപാട് ചരടുകളൊക്കെ ഇങ്ങനെ ജപിച്ച് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് കെട്ടുകയാണ്. അങ്ങനെ കയ്യിലും അരയിലും ദേഹത്തും ഒക്കെ ഇങ്ങനെ ഓരോ ചരടുകളൊക്കെ ഇങ്ങനെ ജപിച്ചെല്ലാം കെട്ടി അതിനുശേഷം പഞ്ചദിവ്യേന്ദ്ര നെയ്യെന്ന് പറഞ്ഞൊരു നെയ്യൊക്കെ സേവിക്കാനായിട്ട് തന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ നേരെ കൊണ്ട് ചെന്ന് വീട്ടിലാക്കിയപ്പോ അവര് പറഞ്ഞ്, യവനെ ഇനി ക്രിസ്ത്യാനികളെ ആരും കാണിക്കരുത്, യവനെ വീട്ടു തടങ്കലിൽ തന്നെ വെച്ചേക്കണം, എങ്ങോട്ടും വിടരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് അവിടെ വന്ന് വീട്ടിൽ തന്നെ പാർപ്പിച്ചെന്നെ. എങ്ങോട്ടും ആരുമായിട്ടും സംസാരിക്കാനോ സഹകരിക്കാനോ ഒന്നും അനുവാദമില്ല, ആരും എന്നെ കാണാൻ വരുത്തുമില്ല. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ 8 മാസത്തോളം എന്റെ ഭവനത്തിൽ ഞാൻ കിടക്കുവാനിടയായി. അപ്പോഴത്തേക്ക് എന്റെ ഈ ആൾക്കാരുമായിട്ടുള്ള സഹകരണം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലാം അങ്ങ് മറന്ന്, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനൊരു പകുതി ഈ കോമയെ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു അനുഭവത്തിലേക്ക് വന്നു. എല്ലാവരും എന്നെ ഒരു പ്രത്യേക രോഗിയെ നോക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വിചിത്രമായ രീതിയിലാണ് നോക്കുന്നത്, എന്തോ ഒരു വലിയ അപകടം പറ്റിയ ഒരു വ്യക്തിയെ കാണുന്നത് പോലെ. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ അവിടെ 8 അതാ മാസത്തോളം കഴിച്ചു കിട്ടി. അതായതേ നമ്മളെ ആ നമ്മളെ ഈ മന്ത്രവാദത്തിനൊക്കെ കൊണ്ടുപോയത് പിടിച്ച് കെട്ടിക്കൊണ്ടല്ലേ? അതെ 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 അതെ. അത് കഴിഞ്ഞ് വീട്ടിൽ ഞാൻ വന്നും ഇറങ്ങി അങ്ങനെ ഒരു അവസ്ഥയിൽ ഓടിപ്പോയിക്കളയോ നമ്മളെ എന്നുള്ള ഒരു നിശ്ചയം. മുറിയിൽ ഇട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിലാക്കിയിരിക്കുക, ആരും കാണാനൊന്നും അനുവാദമില്ല. അതെ, ഒരു തടങ്കൽ പോലെ കിടക്കുക നമ്മൾ. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ആ തന്നെ മാനസികമായിട്ട് എന്തൊരു വലിയ ഒരു സമ്മർദ്ദമായിരിക്കും, അല്ലയോ? തീർച്ചയായിട്ടും നമുക്ക് ആരുമായിട്ടും സഹകരിക്കാനോ എന്നെ ആരും കാണാൻ വരാനോ ഒന്നും അനുവാദമില്ലാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്റെ കയ്യിൽ ബൈബിളില്ല, നോട്ട് പുസ്തകങ്ങളില്ല, ഒന്നുമില്ല. കർത്താവിനെ കുറിച്ച് കേൾക്കാൻ പോലും പറ്റത്തില്ല. ഒരു ക്രിസ്തീയ പാട്ടാവട്ടെ ഒന്നും കേൾക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഭവനത്തിലാണ്. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാന് മാനസികമായിട്ട് വളരെ പ്രയാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പം 1998 ഡിസംബർ മാസം 31 ഞാൻ ഇങ്ങനെ കിടക്കുന്ന ചെറ്റപ്പരയാ. അപ്പൊ ഇങ്ങനെ ബെഞ്ച് കിടക്കുമ്പം ഞാൻ കിടക്കുന്ന ഈ ഓലയുടെ മേളിൽ നിന്ന് ഒരു വെട്ടം പോലെ ഞാൻ കിടക്കുന്നിടത്തോട്ട് അടിച്ചു. ഞാൻ വിചാരിച്ച 2 ടോർച്ച് ലൈറ്റ് അടിക്കുകയാണ്.
ഞാനിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആരും ടോർച്ചൊന്നും മേളിൽ ഇട്ടിട്ടില്ല. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഹൃദയത്തിലേക്കാണ്, എന്റെ ആ നെഞ്ചിന്റെ ഭാഗത്തേക്കാണ് ഈ വെട്ടം ഇങ്ങനെ വരുന്നത്. വന്നപ്പോഴത്തേക്ക് എന്റെ ശരീരത്തിൽ കറണ്ട് അടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ്, അയ്യോ ഇത് എന്താ സംഭവിക്കുന്നതെന്ന്. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ദൂരേന്ന് ഒരു പാട്ടിന്റെ ഈരടികൾ വരിക. വഴിയൊരുക്കുന്നവൻ ആഴികളിൽ വലം കൈ പിടിച്ചവൻ വഴി നടത്തും, വാതിലുകൾ പലതും അടഞ്ഞിരുന്നെങ്കിലും, അങ്ങനെയുള്ള ഒരു പാട്ടിന്റെ ഈരടികൾ എന്റെ ആ കാതിലേക്ക് കേട്ട് വരിക. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തൊട്ടടുത്ത ഒരു വീട് പണി നടക്കുന്നതിന്റെ ഒരു കെട്ടിയിട്ടിരിക്കുന്നതിന്റെ ആ റൂമിനകത്ത് ചെന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഞാന് ഒരു 1.5 മണിക്കൂർ ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോഴത്തേക്ക് ദാണ്ട എല്ലാം ഒരു പുതിയ അപ്ഡേറ്റ് ആയി വരുന്നത് പോലെ ഞാൻ മറന്ന വചനമെല്ലാം എനിക്ക് ഓർമ്മ വരികയാണ്. പെട്ടെന്ന് എന്റെ ആ ഈ ചെവിയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുകയാണ്, മകനെ ഈ ഞായറാഴ്ച തന്നെ ഞാൻ നിന്നെ ആലയത്തിലേക്ക് കൊണ്ടുപോകും. പ്രൈസ് ലോർഡ്. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഈ ഞായറാഴ്ച തന്നെ നിന്നെ ഞാൻ ചർച്ചിൽ കൊണ്ടുപോകും, ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ദിവസം ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവ് സൂക്ഷം പോലെ ആ 99 പിറക്കുന്ന ആ ആദ്യത്തെ ജനുവരി മാസത്തെ ഞായറാഴ്ച ദിവസം കൊല്ലം ടൗൺ ഏജിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. അങ്ങനെയാണ് ആദ്യമായിട്ട് ആ സഭയിൽ കടന്നു വരുന്നത്. അതിനുശേഷം ഞാന് മോട്ടോർ സൈക്കിളിന്റെ പണി പഠിക്കുവാനായിട്ട് വെറ്റുമുക്ക് എന്ന് പറയുന്ന പ്രദേശത്തേക്ക്, തതമേശ്ശേരി എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെട്ട ഒരു ബുള്ളറ്റ് മെക്കാനിക്കലാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ജോലി പഠിക്കുവാനായിട്ട് എന്റെ അച്ഛൻ എന്നെ അവിടെ കൊണ്ടാക്കി. അങ്ങനെ അവിടെ നിന്ന് ഞാനിങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് പല ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഞാൻ പണിക്ക് വിളിക്കും. അപ്പൊ അവിടെ വരുന്നതിന്റെ അതിൽ ഞാൻ നേരത്തെ വന്ന് പണിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് ചർച്ചിലേക്ക് പോകും. അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വീണ്ടും ചർച്ചിലേക്ക് കടന്നു പോകാനായിട്ടുള്ള ഭാഗ്യം ദൈവം ഒരുക്കി. അപ്പോഴത്തേക്ക് അവരിത് കാര്യങ്ങളെല്ലാം അങ്ങ് മറക്ക വിട്ട്, എന്റെ വീട്ടുകാര് അവരിങ്ങനെ മറന്നിരിക്കുക. പിന്നെ അവർക്കൊരു സംശയം, കുറച്ചു നാള് ശേഷം ഞാൻ എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ പോകുന്നതെന്ന് കണ്ടപ്പോഴത്തേക്ക് എന്റെ അച്ഛനൊരു സംശയം, ഞാൻ യവന് വർക്ക്ഷോപ്പിൽ തന്നെ ആണോ പോകുന്നത്, മറ്റെവിടെങ്കിലും ആണോ പോകുന്നതെന്ന്. അന്നത്തെ ദിവസം എന്നെ തപ്പി വർക്ക്ഷോപ്പിൽ വന്നപ്പോ ഞാൻ അവിടെ ഉണ്ട്. ദൈവം എന്തായാലും അദ്ദേഹത്തിന് എന്നെ മറച്ച് അവിടെ സൂക്ഷിച്ചിരുന്നു. അന്ന് പിറ്റേ ഇടയ്ക്ക് ബുധനാഴ്ച ദിവസങ്ങളിലൊക്കെ ഉള്ള യോഗങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകാനിടയായി. അങ്ങനെ വീട്ടിൽ ബൈബിള് കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം, 99 ബഥേലിലെ കൺവെൻഷന് കടന്നു പോകണം. അങ്ങനെ കൺവെൻഷന് കടന്നുപോയി. ഞാനും സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ശക്തിവളങ്ങരയുള്ള ഒരു അപ്പച്ചനുണ്ടായിരുന്നു, അദ്ദേഹം ഞാനിവിടെ കടന്നുപോയി ഒരു ബൈബിള് വാങ്ങിച്ച്. അപ്പൊ എന്റെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റാത്തതിന്റെ പേരിൽ കൊല്ലം ടൗൺ ഏജിയിൽ ജനറേറ്ററൊക്കെ വെക്കുന്ന റൂമിന്റെ അതിനകത്തോട്ട് ഞാനിങ്ങനെ കൊണ്ടുവന്ന് വെക്കും. അന്ന് അവിടെ ഇരിക്കുന്ന എസ് തോമസ് എന്ന് പറയുന്ന ദേവദാസനാണ്. അങ്ങനെ ആ ചർച്ചില് ആ ബൈബിൾ അവിടെ കൊണ്ടുവെക്കും. വീട്ടിൽ ബൈബിൾ കൊണ്ടുവരാൻ അനുവാദമില്ല. അപ്പൊ വീട്ടിൽ ബൈബിൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒളിച്ചും പാത്ത് എവിടെങ്കിലും സൂക്ഷിച്ചു വെക്കണം. അപ്പൊ തെങ്ങിന്റെ മണ്ടയിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ പഠിച്ചു വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരാരും കാണാത്ത രീതിയിൽ. അപ്പോഴത്തേക്ക് ഇവർക്ക് വീണ്ടും ഒരു സംശയം, എന്റെ വീട്ടിലുള്ളവർക്ക്, യവന് എന്തെങ്കിലും രീതിയിൽ യവൻ വീണ്ടും ഇനി ക്രിസ്ത്യാനിയായി പോകാതിരിക്കാനായിട്ട് യവന് വിഗ്രഹാർപ്പിതം കൊടുക്കാമെന്നുള്ള അവരുടെ ഒരു പ്ലാൻ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ എന്റെ സഹോദരി നമ്മുടെ കരുനാഗപ്പള്ളി കിഴക്കുവശം വലിയൊരു പേരുകേട്ട ക്ഷേത്രമുണ്ട്. അവിടെ പോയിട്ട് അവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്, ശുദ്രം. അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും ഇനി കൊണ്ടുവരാനായിട്ടുള്ള പദ്ധതിയിലാണ്. അവിടെ നിന്ന് ഞാൻ പൂജിച്ചുകൊണ്ടൊക്കെ വരുന്ന നെയ്യൊക്കെ എനിക്ക് ചമ്മന്തി അരയ്ക്കാന്ന് അതിനകത്ത് കലക്കി തരും, അതിന്റെ കറി തരികയാന്ന് അതിനകത്ത് കലക്കി തരും. ഇത് കഴിക്കുകയാണെങ്കിൽ ഞാൻ ഒമറ്റ് ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ വർക്ക്ഷോപ്പിൽ പോകുന്നതുകൊണ്ട് ദിവസേന എനിക്ക് ചോറ് തന്നു വിടും. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയപ്പോ ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ ചമ്മന്തി കഴിക്കാതെ ചോറ് മാത്രം കഴിച്ചപ്പോൾ പ്രശ്നമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് എന്തുവാന്നുള്ളത് കണ്ടുപിടിക്കണം. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പണ്ട് മന്ത്രവാദി ജപിച്ച് തന്നിരിക്കുന്ന ഒരു നെയ്യുണ്ട്, പഞ്ചഗവ്യേന്ദ്ര നെയ്യ്. ആ നെയ്യാണ് ഞാൻ അറിയാതെ എനിക്ക് ചമ്മന്തി അരയ്ക്കുമ്പോഴും കറി വെക്കുമ്പോഴും ചോറ് അതിനകത്ത് ഇട്ട് തരുന്നത്. ഞാൻ അത് മൊത്തം എടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് ഡാൽഡ മേടിച്ചുകൊണ്ട് ഒഴിച്ചു വെച്ച്, അവര് കാണാതെ. അങ്ങനെ പിന്നെ ദൈവം അവിടെ സൂക്ഷിച്ചു. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും എന്റെ ആഗ്രഹം, എനിക്ക് സ്നാനപ്പെടണം, എങ്ങനെയെങ്കിലും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കണം. കാര്യം ഇത്രത്തോളം ദൈവത്തെ അറിഞ്ഞിട്ട് നമുക്ക് നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങനെ ഞാൻ തോമസ് പാഷങ്ങളോട് പറഞ്ഞ് എനിക്ക് സ്നാനപ്പെടണം. അദ്ദേഹത്തിനോട് പറഞ്ഞു, മോനെ, സ്നാനപ്പെട്ട വിശുദ്ധിയിലും വേർപാടിലും ആരാധന മുടക്കാൻ പാടില്ല. നമ്മള് ഈ കൂട്ടത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ആരാധന മുടക്കാൻ പാടില്ല. അപ്പം മോന് ആലോചിച്ച് നോക്ക്, പറ്റുമെങ്കിൽ മാത്രമേ സ്നാനപ്പെടാവുള്ളൂ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, വർഷങ്ങളെ
കർത്താവ് ഇന്ന് വന്നാൽ ഞാൻ കൈവിടപ്പെട്ടു പോയാൽ എനിക്ക് നഷ്ടമായി പോകും, അതുകൊണ്ട് എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്നാനപ്പെടുവാനായിട്ടുള്ള പദ്ധതികളെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ജോഡി സെയിം കളറിലെ എൻ്റെ ജ്യേഷ്ഠനും എനിക്കും ഒരേ കളറിലുള്ള ഉടുപ്പും പാൻറ്റും ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ജോഡി ഷർട്ടും ഒരു പാൻറ്റും ഷർട്ടും കൂടെ എടുത്തുകൊണ്ട് സെബാസ്റ്റ്യൻ അപ്പച്ചൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചനുണ്ട് ശക്തികുളങ്ങരയിൽ, അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവച്ച്. അപ്പൊ ശത്രു ഇങ്ങനെ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം ഒരു നെഞ്ചുവേദന പോലെ വന്നിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ മോളെ വിളിച്ചിട്ട് അവിടെ പോയി ഡ്രസ്സ് മേടിച്ച് നേരെ കൊണ്ട് ചെന്ന് നമ്മുടെ എസ്തോമസ് പാഷങ്ങൾ താമസിക്കുന്ന പാർഷണേജ് കൊണ്ടുവച്ച്. പാർഷണേജ് കൊണ്ടുവച്ചപ്പോഴത്തേക്ക് പാർഷണങ്ങൾ പറഞ്ഞപ്പോൾ നാളെ ഞായറാഴ്ച ദിവസം രാവിലെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞായറാഴ്ച ദിവസം രാവിലെ ഞാൻ വളരെ പ്ലാൻ ചെയ്ത് പദ്ധതി ഒരു സൈക്കിളൊക്കെ വാടകയ്ക്ക് എടുത്ത് സൈക്കിളും ചവിട്ടി ഇവിടെ വന്നിരിക്കുക. അപ്പം അവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ വളരെ ദുഃഖത്തോടെ ഇരിക്കുക. അപ്പം ഈ പാർഷാന്റിയുടെ പപ്പ മരിച്ചുപോയി കാരണം സ്നാനം നടക്കത്തില്ലെന്ന് അവിടെ നിൽക്കുന്ന ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് വലിയ വിഷമമായി പോയി. അപ്പം ഞാൻ പറഞ്ഞ വർഷങ്ങളെ ഇന്ന് സ്നാനം നടന്നില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനി ഉടനെ നടക്കുമെന്ന് അറിയത്തില്ല, ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു വന്നതാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്തായാലും അദ്ദേഹം ആ നിന്ന വേഷത്തെ തന്നെ പെട്ടെന്ന് തന്നെ വേറൊരാളൂടെ സ്നാനപ്പെടാനുണ്ട്, അവരെയും കൂടെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ തലേ ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്ത് സ്നാനത്തൊട്ടിയെല്ലാം നിറച്ചിട്ടിരിക്കുക വെള്ളം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും സജി ഡോക്ടറങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹവും വന്ന്, അപ്പൊ ഞാനും ഡോക്ടറങ്ങളോടാണ് അവിടെ അന്ന് സ്നാനപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ സ്നാനപ്പെടുത്തി കഴിഞ്ഞ് വർഷങ്ങള് മരണ വീട്ടിലേക്ക് പോയി. ആരാധനയെല്ലാം കഴിഞ്ഞ് ഞാനും വീട്ടിൽ വന്നു. ഞാൻ വീട്ടിലോട്ട് വന്ന് കയറാൻ നേരം എൻ്റെ അമ്മയുടെ ദേഹത്തൊരു ഭൂതം കയറിയിട്ട് ഭൂതം ഇങ്ങനെ എന്നോട് ചോദിക്കുക, നിനക്കൊരു വ്യത്യാസം ഇന്ന് കാണുന്നല്ലോ, എവിടെ പോയി? ഉടനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോമയോടൊന്നും പറഞ്ഞു ഞാൻ പരിക്കാത്തോട്ട് കയറി. അപ്പോഴത്തേക്ക് ജ്യേഷ്ഠനും വന്ന്. അപ്പൊ ഈ ഒരു ജോഡി സ്നാനപ്പെട്ട ഡ്രസ്സ് എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുവരണം. അവിടുന്ന് ഇങ്ങനെ ഒളിപ്പിച്ച് വേറെടുത്ത് കൊണ്ടുവച്ച് ഒരു കടയിൽ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് രാത്രി പോയാണ് അത് എടുത്തുകൊണ്ട് വന്ന് ഒതുത്തു വെക്കുന്നത്. അങ്ങനെയൊക്കെ ദൈവം അവിടെ സൂക്ഷിച്ച്. കുറച്ചു നാളിന് ശേഷം ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ദൈവമേ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കണം. കാര്യം സ്നാനപ്പെട്ടിട്ട് പിന്നെയും ഭവനത്തിൽ വന്ന് അവര് പഴനിയിലും മണ്ടക്കാട്ടും പിന്നെ നമ്മുടെ ശബരിമലയിലൊക്കെ പോയിട്ട് അവിടുന്ന് കൊണ്ടുവരുന്ന ഈ വിഗ്രഹാർപ്പിതങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവന്ന് നീട്ടും, ഞാൻ മേടിച്ച് കഴിക്കത്തില്ല. ഇവരുടെ അടുത്ത് പറയാം ഇത് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമാണ്, നിങ്ങൾ കഴിച്ചോളാൻ പറയും. അങ്ങനെ യവൻ മാറിയിട്ടില്ല, അവൻ പഴയ ആളാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും അവർക്ക് സംശയം. ഞാൻ കർത്താവെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ എങ്ങനെയെങ്കിലും എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ ഒരു വഴി തുറക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്രത്തിൽ ഒരു പരസ്യം കണ്ടത്. ഈ മാഗ്നറ്റിന്റെ ബെൽറ്റും കാര്യങ്ങളും ഒക്കെ കോട്ടയത്ത് ഒരു ഏജൻസി ഇങ്ങനെ വിൽക്കുന്നുണ്ട്, അതിൽ നിന്നൊരു വരുമാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അങ്ങനെ നേരെ ഇവിടുന്ന് കോട്ടയത്ത് പോയി. കോട്ടയത്ത് ചെന്ന് അത് ഭയങ്കര ഉടായ്പായിരുന്നു. അവര് അതിനകത്ത് ശമ്പളമില്ല, നമ്മളെ പറ്റിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതുമായിട്ട് ഞാൻ കുറേ ദിവസം തോളെ തൂക്കിയിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ പോയി, പലയിടത്തും കൊണ്ട് നടന്നിട്ട് ആരും വാങ്ങിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പം കോട്ടയം നാഗമ്പട മൈതാനത്തിന് തൊട്ടടുത്തുള്ള AG സഭയിലെ ജോൺസൺ എന്ന് പറയുന്ന ഒരു ദേവദാസനെ ഞാൻ ചെന്ന് കണ്ട്. ഞാൻ പറഞ്ഞ വർഷങ്ങളെ ഞാൻ ഇതുപോലെ ഏകനായിട്ട് ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാ, എനിക്ക് ഇതുപോലെ ഈ ബെൽറ്റിന്റെ ഇതിനായിട്ടൊക്കെ ഞാൻ നടന്നിട്ടൊന്നും ആരും വാങ്ങിക്കുന്നില്ല, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പം ദേവദാസൻ ചോദിച്ചു ഡ്രൈവിംഗ് അറിയാമോ? ഞാൻ പറഞ്ഞു ഡ്രൈവിംഗ് അറിയത്തില്ല. പിന്നെ എന്തൊക്കെ അറിയാം? ഞാൻ പറഞ്ഞു മെക്കാനിക്കൽ പണി അറിയാം, പിന്നെ ഇലക്ട്രിക്കലിന്റെ കുറച്ച് പണിയൊക്കെ അറിയാം, ഇതൊക്കെ അറിയത്തുള്ളൂ. അതിനൊന്നും ഇപ്പൊ ഇവിടെ ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ഒരു സഹോദരന്റെ ബേക്കറിയിൽ വിറകൊക്കെ കീറാനായിട്ട് ഒരാളിനെ വേണം, പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് വേറെ കിട്ടിയാലും കുഴപ്പമില്ല, ഞാൻ പോകാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ വേറെ ആളിനെ എടുത്തെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം അദ്ദേഹം ആഹാരമൊക്കെ തന്നിട്ട് ഞാൻ പിന്നെയും പോയി. പിറ്റേ ദിവസം വീണ്ടും വന്നിട്ട് ഞാൻ പറഞ്ഞു വർഷങ്ങളെ എൻ്റെ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനമായോ? അദ്ദേഹം പെട്ടെന്ന് തന്നെ നമ്മുടെ വാകത്താനത്ത് കുട്ടപ്പച്ചാൻ എന്ന് പറയുന്ന ഒരു AG സഭയിലെ മെമ്പറുണ്ട്, അച്ചാനാണ് അവിടെ ഒരു വലിയ ചർച്ചൊക്കെ വെച്ചു കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ജോലിക്കായിട്ട് ഒരാളിനെ വേണമെന്ന് പറഞ്ഞു. അപ്പം വീട്ടുജോലിയൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ അഡ്രസ്സൊക്കെ തന്നിട്ട് എന്നെ അവിടെ പറഞ്ഞു വിട്ടു. ഞാൻ അവിടെ കടന്നു ചെന്ന് അപ്പം അപ്പച്ചൻ അറിയത്തില്ലായിരുന്നു ഞാനിങ്ങനെ വിശ്വാസിയാണെന്നൊന്നും. അപ്പൊ അവിടെ കടന്നു ചെന്ന് എന്നോട് പറഞ്ഞതാണ്ട് അവിടെ കുറച്ച് വഴികളൊക്കെ മണ്ണൊക്കെ ഇട്ട് നികത്തണം, മോന്റെ കല്യാണമൊക്കെ വരുന്നത്. അങ്ങനെ ശുഭ പാഷ അപ്പൊ എബിച്ചാനും ഉണ്ട്. അപ്പൊ അവിടെ പശുവിനെ കറക്കണം, എരുത്തിൽ കഴുകണം, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ജോലികളൊക്കെ ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഞായറാഴ്ച ദിവസം ഞാനും ആരാധനയ്ക്ക് കടന്നു ചെയ്തു. അപ്പൊ ഞാൻ അങ്ങനെ ആരാധനയ്ക്ക് കടന്ന് ചെല്ലുമ്പോഴാണ് അപ്പച്ചനൊക്കെ അറിയുന്നത്, യോ യവനെ
ആ, ആ, വിശ്വാസിയായിരുന്നു, ഇത്രയും നല്ല ഒരു സാക്ഷ്യമുള്ള പയ്യനായിരുന്നു എന്നൊക്കെ. അതിനുശേഷം പിന്നെ എന്നെ എരുതിൽ കഴുകാനൊന്നും ഏൽപ്പിച്ചില്ല. പെട്ടെന്ന് തന്നെ കടയുടെ താക്കോലൊക്കെ തന്നിട്ട് റബ്ബർ ഷീറ്റ് ഒട്ടുപാലും ഒക്കെ എടുത്ത് ഇങ്ങനെ വിൽക്കുന്ന ഒരു കട ഏൽപ്പിച്ചു. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവെ എങ്ങനെയെങ്കിലും എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കണം, പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം കാണുന്ന ഇതാണ്: ഇങ്ങനെ എല്ലാം പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഞാൻ സ്വപ്നം കാണുന്നത് എന്റെ ജ്യേഷ്ഠനും കുറച്ചു പേരൂടെ ചേർന്ന് എന്നെ തേടി അവിടെ ഒരു ജീപ്പിനകത്ത് വന്നിട്ട് എന്നെ പിടിച്ചിട്ട് ഉപദ്രവിക്കുകയും എന്നെ അവിടുന്ന് പിടിച്ചുകൊണ്ട് ഞാൻ നീണ്ടകരെ കൊണ്ടുവരികയും ചെയ്തതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ട്. സ്വപ്നം കണ്ട കാര്യം ഞാൻ അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, മോനെ അത് പ്രാർത്ഥിയിൽ ദൈവഹിതമാണെങ്കിൽ നീ ബൈബിൾ കോളേജിലോട്ട് പോയാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ പ്രതികൂലം പ്രശ്നങ്ങൾ കയറുകയാണെങ്കിൽ വേണ്ട, ദൈവം വഴി തുറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ബുള്ളറ്റിന്റെ പണി പഠിച്ചത് 2002 അവിടുന്ന് വിട്ട്, സ്നാനപ്പെട്ടതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോയില്ല, അവിടുന്ന് വിട്ട്. അപ്പൊ അവിടെ 1983 പണി പഠിച്ചിട്ട് പൂനായിൽ വന്നിരിക്കുന്ന സാജു യോഹനാൻ എന്ന് പറയുന്ന ഒരു അച്ചാനുണ്ട്. ഈ അച്ചാനെ ഞാൻ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ബന്ധുവിൽ നിന്ന് ഞാൻ ഈ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവെ, അച്ഛനെ ഒരു ദിവസം വിളിച്ച് ഞാൻ ചോദിച്ചു, അച്ഛാ ഇവിടെ വല്ല വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞില്ല മോനെ, ഇവിടെ ഇപ്പൊ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞു. എന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് സ്വാതന്ത്ര്യം കിട്ടണം. അങ്ങനെ എന്തായാലും കുട്ടപ്പച്ചാന്റെ ഭവനത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് ലൈസൻസിനൊക്കെ അപേക്ഷിച്ച് ലൈസൻസ് എല്ലാം വന്നെടുക്കുവാനിടയായി. അതിനുശേഷം ഞാന് അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവര് ഈ വയല് നെല്ലെല്ലാം കൊയ്ത് ഇട്ടിരിക്കുക. അപ്പൊ കറ്റയ്ക്ക് കൂട്ട് കിടക്കാനായിട്ട് ആരും എടുത്തോണ്ട് പോയിരിക്കാനായിട്ട് അവിടെ കിടക്കാനായിട്ട് അപ്പച്ചൻ പറഞ്ഞു പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വന്ന് അവിടെ കിടക്കുമ്പോൾ രാത്രിയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നെ പൂനെയിലോട്ട് കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ എനിക്ക് ഒരു അടയാളം തരണം. അതല്ല നാട്ടിൽ തന്നെ നിൽക്കാനാണ് ദൈവത്തിന്റെ ഇഷ്ടവും ഹിതവും എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവത്തോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആകാശത്തേക്ക് നോക്കുമ്പം ഒരു നക്ഷത്രം വടക്കോട്ട് ഇങ്ങനെ ഓടി മറയുന്നതായിട്ട് എന്നെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൂനെയിലോട്ട് പോകുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്ക് സൂക്ഷ്മം പോലെ അങ്ങനെ ഞാൻ ഇരിക്കുന്നിടത്ത് നേരെ മേളിൽ നിന്ന് നേരെ വടക്കോട്ടൊരു നക്ഷത്രം ഓടി മറയുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ വലിയ സന്തോഷവാനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ ജീവിതത്തിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നല്ലോ. അങ്ങനെ അവിടം തൊട്ട് ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ദിവസത്തിന് ശേഷം ഈ അച്ചാനെ മിക്കവാറും എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഞാൻ വിളിക്കും, ഈ സാജു എന്ന് പറയുന്ന അച്ചാനെ. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ്, മോനെ നീ കയറി പോരെന്ന് പറഞ്ഞ്. അപ്പൊ പൂനെ എവിടാണെന്നോ എങ്ങനെ പോകണമെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു ഫോൺ നമ്പർ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ അദ്ദേഹം എന്തായാലും എൻ്റെ അടുത്ത് കയറി പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും തിരിച്ച് നേരെ കൊല്ലത്ത് വീട്ടിൽ വന്നു. നീണ്ടകര വന്നിട്ട് ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്ന് ഇച്ചിരി പൈസ ഒക്കെ വാങ്ങിച്ച്. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പോകണ്ട, നിനക്ക് ഭാഷയൊന്നും അറിയത്തില്ലല്ലോ, ഞാനിവിടെ കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അച്ഛനാണ് എന്നെ കൊണ്ടുവിടാനായിട്ട് പൂനെയിൽ വരുന്നത്. അങ്ങനെ പൂനെയിൽ കൊല്ലത്ത് നിന്ന് വണ്ടി കയറി, ലോക്കലിലാണ് കയറിയത്. ലോക്കൽ ടിക്കറ്റ് എടുത്ത് അതിൽ കയറി നേരെ പൂനെ സ്റ്റേഷനിൽ വന്നിറങ്ങി. പൂനെ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ എന്നെ ഈ പൂനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഈ സാജു അച്ചാന്റെ കൂടെ വന്നിരിക്കുന്നത് ബിജു തക്കച്ചൻ എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട് മുളവനയിലുള്ള. അദ്ദേഹം ചർച്ചക്കോടിന്റെ ഒരു പ്രവർത്തനമായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹം എന്നെയും കണ്ടിട്ടില്ല. ഞാൻ വിശ്വാസിയാണെന്നോ അദ്ദേഹം പാഷാണെന്നോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. ഇത് ദൈവത്തിന്റെ അത്ഭുതമാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണത്. അങ്ങനെ ദൈവം തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ലെന്ന് പറയുന്നത് അത് സത്യം, യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ചടി ഇങ്ങനെ ഓരോ അത്ഭുതങ്ങളുടെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യുകയാണ്. അങ്ങനെ ആ ദേവദാസൻ എന്നെ വിളിച്ച്, അച്ഛനും എന്നെ വിളിച്ചു വണ്ടിയെ കയറ്റി ഞങ്ങൾ ഇവിടെ വന്നു. അദ്ദേഹം ഇവിടെ വന്ന് ആരാധനയ്ക്ക് ഇവിടെ വീട്ടിൽ വന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ച്, ദൈവമേ, പൂനെ വരുന്നതിന് വെച്ച് പലരുടെയും കയ്യിൽ നിന്ന് ഞാനിങ്ങനെ നമ്പരൊക്കെ പല ദൈവദാസന്മാരെ നമ്പർ വാങ്ങിച്ചു. ഞാൻ വിചാരിച്ചു പൂനെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ആരാധനയ്ക്ക് പോകും, എങ്ങനെ ആരാധനയ്ക്കുള്ള സ്ഥലം കണ്ടെത്തുക എന്നൊക്കെ ഉള്ള അങ്ങനെ വിഷമമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ ഈ അച്ഛന്റെ ഗ്യാരേജിന്റെ മുകളിൽ ഒരു 4 റൂം അദ്ദേഹം കെട്ടിയിട്ട് സഭാ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദൈവദാസന് കൊടുത്തിരിക്കുക. ഈ ബിജു തക്കച്ച പാസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഈ സഭാ ഹാൾ ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്തൊരു ബുദ്ധിമുട്ടിയാണ് നാട്ടിൽ നിൽക്കുമ്പോൾ ഒളിച്ചും പാത്തും ദൈവത്തെ ആരാധിക്കാനായിട്ട് കടന്നുപോയത്. അപ്പൊ അവിടെ നിന്ന് ദൈവം എന്നെ ഇവിടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ എന്തായാലും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് താഴെ ജോലിയും ചെയ്യാൻ താമസമുണ്ട്, മേളിൽ ആരാധനയ്ക്കും കടന്നു പോവാം.
എന്റെ അച്ഛൻ ഇത് അറിഞ്ഞ്, അവിടുത്തെ അച്ഛനായിട്ട് വന്നിറങ്ങി ഇതുപോലെ ഒരു ദേവദാസൻ ഇവിടെ പാസ്റ്ററാണ്, ബന്ധുക്കോ സാരാനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ അച്ഛൻ പറഞ്ഞു, ആ പറ്റത്തില്ല, ശരിയാവത്തില്ല, അവനെ പെട്ടെന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ച് വിളിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ ദൈവം അനുവദിച്ചില്ല. അദ്ദേഹം എന്തായാലും തന്നെ ഒറ്റയ്ക്ക് അങ്ങ് പോയി. അദ്ദേഹം ഒറ്റയ്ക്ക് പോയി. അദ്ദേഹം അവിടെ ചെന്നിട്ട് പെട്ടെന്ന് ഈ അച്ഛനോട് വിളിച്ചു പറയും, അവനെ പെന്തക്കോസിലോട്ട് വിടല്ലേ, അവനെ മേളിലോട്ട് വിടല്ലേ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം. അങ്ങനെ ഞാൻ ആ വർക്ക്ഷോപ്പില് 2.5 വർഷത്തോളം ജോലി ചെയ്തു. അതിനുശേഷം നാട്ടിൽ പോയി. നാട്ടിൽ ചെന്നപ്പോഴത്തേക്കാണ് 2004 ഞാൻ നാട്ടിൽ ചെന്നു, ഒക്ടോബറിൽ. അവിടെ ചെന്ന് പല സഭകളിലും കടന്നുപോയി ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചീലാന്തിമുക്ക് എന്ന് പറയുന്ന ഒരു ദേശത്ത് IPCയുടെ ഒരു പ്രവർത്തനമായിട്ട് ഒരു ദേവദാസനുണ്ട്, ജോൺസൺ എന്ന് പറയുന്നത്. കാലിന് സ്വല്പം മുടന്തുള്ള ഒരു ദേവദാസൻ. അദ്ദേഹം എന്റെ സാക്ഷിയൊക്കെ കേട്ടിട്ട് അവരെ സഭയിൽ കടന്നു ചെന്ന് കുറച്ച് ഹൈന്ദവ മാർഗത്തിൽ നിന്ന് സൗകര്യങ്ങളൊക്കെ ഒന്ന് സ്നാനപ്പെടുവാനായിട്ട് ഇരിക്കുകയാണ്. അവരോട് ഇങ്ങനെ എന്റെ അനുഭവ സാക്ഷിയെ പറഞ്ഞപ്പോഴത്തേക്ക് ആ ദേവദാസൻ എന്റെ അടുത്ത് പറഞ്ഞു, മകനെ, എന്താണ് മുമ്പോട്ടുള്ള ലക്ഷ്യം? ഞാൻ പറഞ്ഞത്, പാർശ്വങ്ങളെ ഇവിടെ എവിടെങ്കിലും ഒരു എന്തെങ്കിലും ഗ്യാരേജ് വല്ലതും തുടങ്ങി ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ആ ദേവദാസൻ പറഞ്ഞു, അല്ല മകനെ, നീ പൂനെയിലോട്ട് തന്നെ മടങ്ങി പോവുക, അവിടെ ദൈവം നല്ലൊരു കമ്പനി ജോലി എന്ന് നിന്നെ മാനിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ, കർത്താവേ, ഇനിയും പൂനെയിലോട്ട് എങ്ങനെ കടന്നു പോകും? കാര്യം ഇവിടുത്തെ ഒത്തിരിയും പ്രയാസങ്ങളിൽ കൂടി ഒന്നും സമ്പാദിക്കാനൊന്നും പറ്റിയില്ല. ഇത്രയും നാള് ജോലി ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടിയില്ലല്ലോ, പിന്നെ എന്ത് വരിക്കും എന്നുള്ളത് അറിയുന്നില്ല. അപ്പൊ അതൊരു വാഗ്ദത്ത വചനമായിട്ട് ഞാൻ എഴുതി ബൈബിളിൽ കുറിച്ച് ഇങ്ങനെ വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും നാട്ടിൽ നിന്ന് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പൂനെയിൽ കടന്നു വന്ന്. പൂനെയിൽ 2005 വീണ്ടും കടന്നു വന്നപ്പോഴത്തേക്ക് തേരകാവ് സഭയിലുള്ള ഒരു അച്ഛനാണ് കുറച്ചു നാള് എന്നെ താമസിപ്പിക്കുവാനായിട്ട് മനസ്സ് കാണിച്ചത്, സജു ബ്രദർ എന്ന് പറയുന്നത്. അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ താമസിക്കുകയും അദ്ദേഹത്തിന്റെ കെയർ ഓഫില് ഇഞ്ചോടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കമ്പനിയിൽ ജോലി കിട്ടുവാനിടയായി. അവിടെ ശോഭ കൺസ്ട്രക്ഷനകത്ത് ഇലക്ട്രീഷ്യന്റെ വേക്കൻസിയാണ്. ആ കമ്പനി കയറി ഇങ്ങനെ ജോലി. ഇപ്പം രാവിലെ കയറി കഴിഞ്ഞാൽ വരുന്നത് രാത്രി 11 മണി, 1 മണി, 2 മണിക്കൊക്കെയാണ്. എപ്പോഴും ഇറങ്ങുമെന്നുള്ളത് നിശ്ചയമില്ല. 64 രൂപയാണ് 8 മണിക്കൂറിനൊക്കെ ശമ്പളം. അങ്ങനെ ആ കമ്പനിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടി ഇങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആഹാരമൊക്കെ വെച്ച് വേണം കൊണ്ടുപോകേണ്ടത്. കാര്യം ഒരു റൈസ് പ്ലേറ്റിന് 40 രൂപ, ഒരു നാസ്ത കഴിച്ചു കഴിഞ്ഞാൽ 15 രൂപ, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ ആഹാരത്തിനെ തികയത്തുള്ളൂ, പിന്നെ ഒന്നിനും കിട്ടത്തില്ല. അങ്ങനെ ഓവർ ടൈം എല്ലാം അടിച്ചാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വാഗ്ദത്തം കിടക്കുന്നല്ലോ. ആ ദേവദാസം പറഞ്ഞിട്ട് അവന് നല്ല കമ്പനി ജോലിയൊക്കെ തന്ന് ദൈവം നിന്നെ മാനിക്കും അവിടെ. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കയ്യിലുള്ള പൈസ എല്ലാം തീർന്ന്. ഈ ഇവിടെയുള്ള കമ്പനികൾക്കൊരു പരിപാടിയുണ്ട്. അവരാണെങ്കിൽ 1.5 മാസത്തെ ശമ്പളം പിടിച്ചിടും. അതിനുശേഷമേ നമുക്ക് ശമ്പളം തരത്തുള്ളൂ, നമ്മൾ വിട്ടുപോകാതിരിക്കാനായിട്ട്. അങ്ങനെ 1.5 മാസത്തെ ശമ്പളം ഇങ്ങനെ പിടിച്ചിട്ട് അപ്പൊ കയ്യിലുള്ള പൈസ എല്ലാം തീർന്നു. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് കഴിക്കാൻ ആഹാരം ഇല്ല. പലയിടത്തുനിന്നും കടം മേടിച്ച് ആ പൈസയും തീർന്നു. പിന്നെ തൊട്ടടുത്തുള്ള ഒരു മാർവാടിയുടെ ഒരു കടയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, കുറച്ച് അരി എനിക്ക് കടം തരുമോ, 1 കിലോ അരി ഞാൻ ശമ്പളം കിട്ടിക്കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നില്ല. അന്നത്തെ ദിവസമൊക്കെ വെള്ളം കുടിച്ച് കടന്ന് അന്ന് ബാച്ചലറായിട്ട് താമസിക്കല്ലേ, അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം ആണെങ്കിൽ ബിജു തങ്കച്ചൻ പാസ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും കൂടെ വിസിറ്റിങ്ങിന് വന്ന് ഈ ബ്രദർ എവിടെ താമസിക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട്. അപ്പൊ ഞാനൊരു സിംഗിൾ റൂം ഒരു സഹോദരൻ വിട്ടേച്ച് പോയത് 600 രൂപ വാടകയ്ക്ക് താമസിക്കുക. ആ സിംഗിൾ റൂമിൽ കടന്നു വന്ന് അദ്ദേഹം, ഞാൻ വിചാരിച്ച ദൈവമേ, അദ്ദേഹത്തിന് ചായ എന്തെങ്കിലും ഇട്ട് കൊടുക്കണമല്ലോ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, പാല് മേടിച്ചോണ്ട് പോയി, ഞങ്ങൾ അപ്പോഴത്തേക്ക് ചായയൊക്കെ തിളപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹം വന്ന് നോക്കിയപ്പോഴത്തേക്ക് മണ്ണെണ്ണയില്ല, തേയിലയില്ല, പഞ്ചസാരയില്ല, അരിയില്ല, ഒരു സാധനവും ഇല്ല. അങ്ങനെ എല്ലാം കൊണ്ട് ഞാൻ അന്നേരം വെള്ളം പിടിക്കുന്ന ഒരു കിണറിന്റെ അവിടെ പോയി നിന്നിട്ട് ദൈവത്തോട് ഇങ്ങനെ വെള്ളോട്ട് നോക്കി നിന്ന് നിലവിളിച്ചൊക്കെ പ്രാർത്ഥിക്കുക. അദ്ദേഹം പെട്ടെന്ന് പുറകെ വശത്ത് നിന്ന് തോളെ തട്ടിട്ട് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ നിന്ന് പട്ടിണി കിടക്കുന്നത്? പട്ടിണി കിടന്നോണ്ടാണ് ജോലി ചെയ്യുന്നത്. എന്നെ വിളിച്ചുകൊണ്ട് ഒരു കടയിൽ പോയിട്ട് ഒരു 1.5 മാസത്തേക്കുള്ള ആഹാര സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തന്നു. അങ്ങനെ ഒരുപാട് അദ്ദേഹത്തോട് കടപ്പാടുണ്ട്. അദ്ദേഹം അങ്ങനെ എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച്, ഭാരപ്പെടേണ്ട, ദൈവം സഹായിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ശമ്പളമൊക്കെ കിട്ടി. ഞാൻ പറഞ്ഞ് തിരിച്ച് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചില്ല. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ കമ്പനി 1 വർഷത്തോളം ജോലി ചെയ്തു. അങ്ങനെ 2005 ഡിസംബർ മാസം ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ തേരകാവ് ദൈവസഭ, ചർച്ചക്കോടിലെ ദൈവസഭയിലെ ബെന്നിച്ചാൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ എന്നെ കണ്ടിട്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ രാവിലെ ഒരുക്കി കെട്ടിപ്പോവും, രാത്രിയാവും വരുമ്പം 12 മണി 11 മണിക്കൊക്കെയാണ് വരുന്നത്. അപ്പൊ എന്നെ കണ്ടിട്ട് എന്റെ ഈ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ കമ്പനിയിൽ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, ബ്രദറിനെ ജോലി ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം അദ്ദേഹത്തിന്റെ കമ്പനിയിൽ സാറിനോട് ചോദിച്ചു, ഇതേപോലെ ഒരു ബ്രദർ ഉണ്ട്. അപ്പം അവര് പറഞ്ഞു, എന്നാ ബയോഡാറ്റ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ
പറഞ്ഞ് ബയോഡറ്റ ഞാൻ അതിന് IT അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല, അപ്പം ഈ ഒരു കമ്പനി ഇലക്ട്രീഷ്യന്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം ഒരു ബയോഡറ്റൊക്കെ അടിച്ച് 8ാം ക്ലാസ്സിന്റെ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് കൊണ്ടുചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇതിനകത്ത് എങ്ങനെ ഒരാളിനെ എടുക്കുന്നത്? ഇപ്പൊ ജർമ്മൻ കമ്പനിയാണ്, മൾട്ടിനാഷണൽ കമ്പനി. ആ കമ്പനിയിൽ എങ്ങനെ 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരാളെ ജോലിക്ക് എടുക്കുന്നത്? അപ്പൊ പെട്ടെന്ന് തന്നെ ഈ അച്ഛനാന്നുണ്ട് ഒത്തിരി റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹത്തോട് പറഞ്ഞ നോക്കെന്ന് പറഞ്ഞപ്പം അവര് പറഞ്ഞ ഞങ്ങൾ വിളിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇഞ്ഞ് വിട്ടു. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പം വീണ്ടും എന്റെ അടുത്ത് പറഞ്ഞു, ഒരു 10 ദിവസത്തേക്ക് ഞങ്ങളുടെ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് വെച്ച് ഈ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ ഉപസിച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് ജോലി കിട്ടും അവിടെ. അങ്ങനെ ഞാൻ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞ, കർത്താവേ ദൈവഹിതമാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ, അതാകുമ്പോൾ സമയത്ത് നേരത്തും വീട്ടിൽ വരാം, അങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പാട് കുറവാണ്. അവിടെ ആഹാരമുണ്ട്, നമ്മൾ വെച്ചുകൊണ്ട് ആഹാരം പോകണ്ട, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കലത്തെ ലഞ്ചും എല്ലാം കിട്ടും. അങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു കമ്പനിയാണ്, നല്ല ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അപ്പൊ അവിടെ കിട്ടിയാൽ നല്ലതാണല്ലോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും ഈ അച്ഛൻ എന്നെ വീണ്ടും കുറച്ച് ദിവസത്തിന് ശേഷം വിളിച്ച്, അങ്ങനെ ഡിസംബർ മാസം 18-ാം തീയതി 2005 എന്നെ ആ കമ്പനി വിളിച്ചു. അങ്ങനെ 10 ദിവസം എന്നെ ജോലിക്ക് വെച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ പറഞ്ഞു, എന്നാ പിന്നെ 2006 ജനുവരി തൊട്ട് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ജനുവരി മാസം തൊട്ട് കമ്പനി കയറുവാനിടയായി. 6 മാസത്തിന് ശേഷം പെർമനന്റ് ലെറ്റർ തന്ന്. അങ്ങനെ ദൈവം അവിടെ നമ്മളെ ജീവിതത്തിൽ ഓരോ വെച്ചടി ഓരോ നന്മകൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിവാഹത്തിന്റെ വിഷയം വരുന്നത്. 26 വയസ്സായി. അപ്പോഴത്തേക്ക് എങ്ങനെ ഒരു വിവാഹം കഴിക്കണം എന്നുള്ള വിഷയം വീട്ടിൽ നിന്ന് എന്നോട് വിളിച്ചു പറയാണ്. വീട്ടിൽ നിന്ന് എന്റെ അപ്പോഴത്തേക്ക് ഇതിനിടയ്ക്കെല്ലാം ഇത്രയും കാര്യം പറയുമ്പോൾ തന്നെ എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, എന്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ആ സഹോദരിക്ക് കുറച്ച് പൈസ കൊടുക്കേണ്ടതിന് അവരെ വീട്ടുകാരിങ്ങനെ ആവശ്യപ്പെടുകയാണ്. അപ്പൊ അച്ഛന് വലിയ പ്രയാസം. അപ്പൊ എന്റെ നേരെ മൂത്ത ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്, അദ്ദേഹത്തിന് വിവാഹം ആയിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ ജോലിയൊന്നും ആവാത്തതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ജോലി കിട്ടിയിട്ട് മതി വിവാഹം എന്നുള്ള ചിന്തയിൽ ഞാൻ ഇരിക്കുക. എന്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ വിവാഹം കഴിച്ചിട്ട് പൈസ കൊടുന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞാൻ വിവാഹത്തിന് കഴിഞ്ഞ വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, ഇതാണ്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ SNDP സമുദായത്തിൽ നിന്ന് ഒരു മോള് മാത്രമുള്ള ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അവരാന്നുണ്ടെങ്കിൽ ഒരു 15 പവന്റെ സ്വർണവും അന്നത്തെ കാലത്ത് ഒരു 5 ലക്ഷം രൂപയും ഒക്കെ തരും, കുറച്ച് വസ്തുവൊക്കെ ഉണ്ട്, അതെല്ലാം എഴുതി വെക്കുന്നൊക്കെ. ഞാൻ പറഞ്ഞ, അച്ഛാ എനിക്ക് ഈ സ്വർണവും വസ്തുവും ഒന്നും വേണ്ട. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ പെന്തക്കോസിൽ നിന്ന് സ്വർണ്ണമൊന്നും ഇടാത്ത ഒരു കൊച്ചിനെ ആയിരിക്കും ഞാൻ വിവാഹം കഴിക്കുന്നത്. എന്റെ ആഗ്രഹം ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച ഒരു പാസ്റ്ററുടെ മകളാണ് അത്രയും നല്ലതെന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ കുറെ തെറി പറഞ്ഞിട്ട്, നീ ഇതുവരെയും ഗുണപ്പെട്ടില്ലയോ, രക്ഷപ്പെട്ടില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഫോണും കട്ട് ചെയ്തു. എന്നോട് മിണ്ടിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, നീ പെന്തക്കോസിൽ നിന്ന് വിവാഹം കഴിച്ച് ഞാൻ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കുന്നത് പെന്തക്കോസിൽ നിന്ന് വിവാഹം കഴിക്കുന്നുള്ളൂ, നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ സജീവ് കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു ദിവാസനാണ് തേരകാവിൽ അന്നേരം സഭാ ചാർജിൽ ഇരിക്കുന്നത്. അദ്ദേഹമായിട്ട് പലയിടങ്ങളിൽ ഇങ്ങനെ പ്രപ്പോസലിനൊക്കെ വന്നതിന്റെ ആലോചന കാണാനൊക്കെ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കുക, ദൈവമേ, പലരും ഇങ്ങനെ വിവാഹത്തിന്റെ വിഷയം വരുമ്പം ഈ പഴയതിലേക്ക് അങ്ങ് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് വിവാഹത്തിന് നടക്കേണ്ടതിന് വേണ്ടിയിട്ട് പല സൗകര്യങ്ങളും ഹൈന്ദവ മാർഗത്തിലേക്ക് പോയി വിവാഹം കഴിച്ചിട്ട് പിന്നെ വരാമെന്നൊക്കെ നോക്കിയിരിക്കും, പിന്നെ കിട്ടത്തില്ല. പിന്നെ പിശാചിന്റെ ആ പിടിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബന്ധനത്തിലേക്ക് അങ്ങ് പോയി പോകും. ഞാൻ വിചാരിച്ചു, കർത്താവെ, ദൈവം അവിടെ തന്നെ വിളിച്ച് വേർതിരിച്ച് അവിടുന്നാണ് എന്നെ കൊണ്ടുവന്നത്. എനിക്ക് വേണ്ടി ദൈവം അവിടുന്ന് ഭാര്യ ഒരുക്കാട്ടെ എന്നുള്ള ആ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം ഞാൻ വായിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം അവിടുന്ന് പദ്ധതി ഒരുക്കണമേ എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിറ്റാറിലുള്ള ചെറിയാൻ എന്ന് പറയുന്ന ഒരു ദിവാസൻ, അദ്ദേഹത്തിന്റെ ഭവനത്തില് പോൾ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുടെ മകളുടെ ആ പ്രപ്പോസലിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ബെന്നിച്ചാന്റെ വൈഫിന്റെ പപ്പയാണ് അവിടെ സഭാ ചാർജ് ഇരിക്കുന്നത്, ചർച്ച കൊണ്ട്. അദ്ദേഹം എന്റെ ഈ വിഷയങ്ങളെ കുറിച്ച് എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് തന്നെ ഒരു ഫോൺ വന്ന് ഞങ്ങളുടെ സെക്രട്ടറിക്ക്. അദ്ദേഹം പറഞ്ഞ്, ഇതുപോലെ നാട്ടിലൊരു പയ്യനുണ്ട്. അപ്പൊ നാട്ടിൽ എവിടാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ. അപ്പോഴത്തേക്ക് നീണ്ടകരയെന്ന് വീടൊക്കെ വിറ്റ് കേരളം ഒരു തന്റെ പെങ്ങളെ അയച്ചതിന്റെ അടുത്തായിട്ട് എന്റെ അച്ഛനും ജ്യേഷ്ഠനും ഒക്കെ ചെന്ന് താമസിക്കുകയാണ്. അവിടെ അവരെല്ലാം കൂടെ എന്റെ ഭവനം കാണാനായിട്ട് വന്ന്. അപ്പൊ ഒരു ക്ഷേത്രത്തിന്റെ ഒക്കെ അടുത്തൂടെ വേണം അങ്ങോട്ട് പോകേണ്ടത്. അവിടെ അവരെല്ലാം വന്ന് കണ്ടിട്ട് ഇനി പോരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞാൻ ഏകനായിട്ടാണ് വിശ്വാസ്യത വന്നിരിക്കുന്നത്, ഞാൻ നാട്ടിൽ വന്നിട്ട് കാണപ്പെടുന്ന ഒരു ഫോട്ടോ ഒക്കെ അയച്ചു. അങ്ങനെ എന്തായാലും ഞാൻ നാട്ടിൽ പോയി. നാട്ടിൽ ചെന്ന് എന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഈ പെൺകൊച്ചിന്റെ വീട്ടിൽ, ഇപ്പോൾ എന്ന് പറയുന്ന ദേവദാസന്റെ, അദ്ദേഹം കുമ്പളത്ത് അന്ന് ചർച്ച കോഡിന്റെ ഒരു പ്രവർത്തനമായിട്ട് നിൽക്കുക, അവിടെ കടന്നുപോയി കൊച്ചിനെ കണ്ടിട്ട് ഇനി പോരുന്ന് അവരെല്ലാം കൂടെ പിന്നീട് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു. 2007 മെയ് മാസം 24-ാം തീയതി നടത്താനായിട്ട്. നടത്താനായിട്ടെല്ലാം ഡേറ്റ് ഒക്കെ തീരുമാനിച്ചിട്ട് ഞാൻ ഇനി പോരുന്നു. ആ കല്യാണത്തിന് 1 മാസത്തിന് മുമ്പ്
എന്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ പറയാണ്, കേരളത്തിൽ വെച്ച് കല്യാണം നടക്കത്തില്ല, ഞങ്ങളെ അപമാനിക്കാൻ താമസിക്കത്തില്ല, ഞങ്ങള് ഹിന്ദുക്കളാണ്, നീ ഇങ്ങനെ ബന്ധക്കോസിന്ന് വിവാഹം കഴിച്ചാൽ ശരിയാകത്തില്ലെന്നും പറഞ്ഞുകൊണ്ടൊക്കെ അദ്ദേഹം ഒത്തിരി ഭീഷണിയൊക്കെ പെടുത്തി. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം അതിന് സഹകരിക്കും, ദൈവം അവിടെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. അങ്ങനെ വിവാഹത്തിന് വേണ്ടിയിട്ട് കടന്നു എം കുഞ്ഞപ്പി സാറായിരുന്നു എന്റെ വിവാഹം നടത്തിയത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇളമ്പല്ലൂരുള്ള ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുവാനിടയായി. അന്ന് പി ഡി ജോൺസൺ പാഷായിരുന്നു നമ്മുടെ എന്റെ വിവാഹത്തിന്റെ നിശ്ചയമെല്ലാം നടത്തിയത്. എസ് തോമസ് പാഷായിരുന്നു അതിന് പ്രസംഗിക്കാനായി കടന്നു വന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ യേശു സഭയിലുള്ള സഹോദരങ്ങളെല്ലാം അതിനകത്ത് പങ്കെടുത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു. അതിനുശേഷം ഞാൻ പൂനെയിലോട്ട് കടന്നു വന്നു. ദൈവം അടിയങ്ങൾക്ക് 2 പൈതങ്ങളെ തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 എന്റെ കമ്പനി എന്നെ ജർമ്മനിയിലേക്ക് അയക്കാനായിട്ട് നോക്കുന്നത്. അപ്പോഴ് എന്റെ അടുത്ത് ചോദിച്ചു, പാസ്പോർട്ട് ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞു, പാസ്പോർട്ട് ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ പാസ്പോർട്ട് എടുക്കാനായിട്ട് ഞാൻ നോക്കി. ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ വാടകയ്ക്ക് താമസിക്കുമ്പോൾ പാസ്പോർട്ട് അങ്ങനെ കിട്ടാൻ പാടാന്നല്ലോ. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, പാസ്പോർട്ടിന് ഇവിടെ നിന്ന് ഒത്തിരി ശ്രമിച്ചു നോക്കി, പറ്റുന്നില്ല. അങ്ങനെ കേരളത്തിൽ കടന്നുപോയി. നാട്ടിൽ കടന്നുപോയിട്ട് ചുരുക്കി പറയട്ടെ, പാസ്പോർട്ട് ഞാൻ നോർമൽ തക്കാൽ പാസ്പോർട്ടിന് അപേക്ഷിച്ചപ്പോൾ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഒരുപാട് പ്രോസസ്സിംഗ് വേണം, മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. നോർമൽ പാസ്പോർട്ടിന്റെ സമയം കൊണ്ട് ഞാൻ തക്കാലിന് അപേക്ഷിച്ചിട്ട് കിട്ടാഞ്ഞ് പിന്നെ ആ തക്കാൽ പാസ്പോർട്ട് എനിക്ക് തന്നു. നോർമലിന്റെ അതേ ഡേറ്റിന് 3-4 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് വന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെ സഭയെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അതെല്ലാം അടുത്ത് ഞാൻ ഇവിടെ പൂനെയിൽ കടന്നു വന്ന് ഇവിടുന്ന് ജർമ്മനിയിലേക്ക് കടന്നു പോകാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം. അതൊന്നും എന്റെ കഴിവല്ല, ദൈവത്തിന്റെ കരുണയാണ്. അനേകര് എന്നെക്കാളി പഠിപ്പും വിദ്യാഭ്യാസവും കഴിവുള്ള ഒത്തിരി പേർക്ക് കിട്ടേണ്ട ഒരു അവസരത്തിൽ ദൈവം എന്നെ തെരഞ്ഞെടുത്ത് ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ജർമ്മനി ഞങ്ങളെ വിട്ടിട്ട് ആ ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ പൂനെ കടന്നു വന്ന കമ്പനിയിൽ ആ ജോലി ചെയ്യുവാൻ തക്കണം ദൈവം ഇടയാക്കി. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞാൻ ഈ മീനും പിടിച്ച് നീണ്ടകരയിൽ കിടക്കുകയായിരുന്നെങ്കിൽ, ഞങ്ങളുടെ ദൈവങ്ങളെ വിളിച്ച് കിടക്കായിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ ഞങ്ങളെ അറിയത്തുമില്ല, ആരും ഞങ്ങളെ സഹായിക്കത്തുമില്ല. പണ്ട് തൊട്ടേ ബന്ധുക്കൾ ആരും ഞങ്ങളെ സഹായിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കടന്നു വളരുന്നെങ്കിൽ ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ ദൈവമക്കളെ, സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തുവിനെ സേവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആ പരീക്ഷയെല്ലാം സഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാനാണ്. പിന്നെ കർത്താവ് നമ്മളെ ശത്രുവിനെ ലയിപ്പിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ പൂനായി വന്നിട്ട് ഇപ്പൊ 24 വർഷമാകാൻ പോകുന്നു. ഞാൻ 17 ഇടങ്ങളിൽ 20 വർഷം കൊണ്ട് 17 ഇടങ്ങളിൽ ഞാൻ മാറി മാറി താമസിച്ചു വാടകയ്ക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, കർത്താവെ, എങ്ങനെയും എനിക്കൊരു ഭവനം ആവശ്യമാണ്, എനിക്കൊരു വീട് വേണം. ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ അഡ്രസ്സ് മാറി 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 എത്ര ദിവസം താമസിക്കും? അങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പം വീടൊന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട ദൈവദാസിന് ഇവിടെ ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് വന്നു, നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു സഭയിൽ. അപ്പൊ എന്റെ മനസ്സിലെ ആഗ്രഹം, ദൈവമേ, എനിക്ക് ഈ ദീപാവലി സമയത്ത് ബോണസ് കിട്ടിച്ച് പൈസ. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ആ ദേവദാസിന് കുറച്ച് പൈസ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അനുഗ്രഹമായിരിക്കുമല്ലോ, അദ്ദേഹത്തിന് ഒരു വീടില്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് പൈസ എടുത്ത് ആ ദേവദാസിനെ കൊടുത്ത് സന്തോഷത്തോടെ ആരോടും പറഞ്ഞില്ല. അദ്ദേഹം അതുമായിട്ട് പോയി ഭവനമൊക്കെ വെച്ചെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും കർത്താവ് 2020 അതായത് 2019 ലാസ്റ്റിലാണ് ഞങ്ങളുടെ തേരകാവ് ദൈവസഭയിലുള്ള സജു എന്ന് പറയുന്ന ഒരു അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, മോനെ, നമുക്കിവിടെ അടുത്തൊരു ബ്രദർ ഒരു ഭവനം ബുക്ക് ചെയ്ത്, ബ്രദറിന് ഭവനമൊന്നും ഇല്ലല്ലോ, ബാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട്. അപ്പൊ അവിടെ 56 ലക്ഷം 60 ലക്ഷത്തിനൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന ഭവനമാണ് ഈ 2 BHK എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്ലാറ്റ് ഞാൻ ജീവിതത്തിൽ ചിന്തിച്ചതല്ല എനിക്ക് കിട്ടുമെന്നത്. അദ്ദേഹമാണ് ഒത്തിരി ഉത്സാഹപ്പെട്ട് അതിനു വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രാർത്ഥിച്ച് എന്നെ വിളിച്ചുകൊണ്ട് കടന്നു ചെന്ന് ബിൽഡറുമായിട്ട് ചെന്നിട്ട് സംസാരിച്ച് ഒരു വീട് ഞങ്ങളുടെ ഈ സഹോദരന് കൊടുക്കണമെന്ന് പറഞ്ഞു, ഒരു ഫ്ലാറ്റ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ്, ഇവിടെ 56 ലക്ഷത്തിനാണ് ഏറ്റവും ലാസ്റ്റ് വിറ്റ് പോയത്, ഇനിയിപ്പോ അതിൽ കുറച്ച് കൊടുക്കാൻ ഒക്കത്തില്ല. അദ്ദേഹം വളരെ റിക്വസ്റ്റ് ചെയ്ത് വെറും 43.4 ലക്ഷം രൂപയ്ക്ക് 2 BHK ഈ 56 ലക്ഷത്തിന് വിറ്റുകൊണ്ടിരുന്ന സാധനം എനിക്ക് തരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 2021 അതിന്റെ ചാവി കിട്ടി. അങ്ങനെ ആ ഭവനത്തിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ദൈവം ആർക്കും കടക്കാരനില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ, എന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലെല്ലാം ദൈവം ചെയ്തത് അത്ഭുതമാണ്. ഞാൻ കർത്താവിന്റെ വഴി തിരഞ്ഞെടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടുന്നതെല്ലാം ദൈവം തക്ക സമയത്ത് ഒരുക്കി തന്നു. 2 കുഞ്ഞുങ്ങളെ തന്നു. ഒരു മകൻ 12ൽ പഠിക്കുന്നു, ഒരാൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
ദൈവം അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെയും ദേവദാസന്മാരോടൊപ്പം പല ഗ്രാമപ്രദേശങ്ങളിലൊക്കെയും കടന്നുപോയി സുവിശേഷം പറയുവാനായിട്ടൊക്കെ ഉള്ള ഭാഗ്യം ദൈവം തന്നു. ഞാൻ എന്റെ ക്വാളിഫിക്കേഷനോ എന്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, അർഹനല്ല. ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റുന്ന വഴികൾ, പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ എത്ര നല്ലത്! യഹോവ നല്ലതെന്ന് രുചിച്ചറിയുവൻ അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് പോലെ എന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും കർത്താവ് ചെയ്യുന്നത് അത്ഭുതകരമായിട്ടാണ്, അതിശയകരമായിട്ട് നടത്തുന്നത്. ദൈവത്തിന്റെ വലിയ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ പരീക്ഷ ഘട്ടങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. എന്റെ ജീവിതത്തിൽ കൈപ്പായത് ഭവിച്ചല്ലോ, അങ്ങനെ സംഭവിച്ചല്ലോ, ഒന്നും നമ്മൾ വഴിചാരാതെ പിറുപിറുക്കാതെ ആ കഷ്ടങ്ങളെല്ലാം ദൈവനാമത്തിൽ നമ്മൾ മനസ്സോടെ സഹിക്കുന്നുവെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കർത്താവ് ഒരു ശുഭ തുറമുഖത്ത് നമ്മളെ എത്തിക്കും, ഒരു ശാന്ത തുറമുഖത്ത് എത്തിക്കും. അല്പനേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ലെന്നേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പ്രതികൂലങ്ങളെ കടന്നു വന്നപ്പോൾ ഞാൻ പിന്മാറി പോയിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ന് അനുഭവിക്കുന്ന ആത്മസന്തോഷം പ്രാപിപ്പാൻ എനിക്ക് കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ വീട്ടുകാരൊക്കെ എന്നെ എന്തെല്ലാം പറഞ്ഞ് അപമാനിച്ചു, ഉപദ്രവിച്ചു, പലതരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നേരിട്ടപ്പോൾ അവിടെയെല്ലാം ഞാൻ അവരുടെ വാക്ക് കേട്ട് പുറകോട്ട് പോയിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഇന്ന് ഈ നിത്യതയ്ക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഈ നന്മയെല്ലാം ഞാൻ അനുഭവിക്കുന്നത്. ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. എന്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് നോക്കിയാൽ എന്റെ കമ്പനിയുടെ ഗേറ്റിന്റെ സെക്യൂരിറ്റി ആയിരിക്കാൻ പോലും എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. 8-ാം ക്ലാസ് വരെ പഠിച്ച ഒരു വ്യക്തി ഇന്നത്തെ കാലത്ത് ഒരു കമ്പനിയിൽ സെക്യൂരിറ്റി ആയിട്ട് എടുക്കത്തില്ല. അത്രയ്ക്ക് പോലും ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. ദൈവത്തിന്റെ സ്തോത്രം. ഓരോ കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ചു, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്നു. ഞാൻ ജർമ്മനിയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എന്റെ കണ്ണുനീര് കൊണ്ട് ഞാൻ രാത്രി നനയ്ക്കുകയായിരുന്നു എന്റെ കിടക്ക. ഞാൻ ഇതിനൊന്നും യോഗ്യതയല്ല. കാര്യം ഈ ഒരു പുസ്തകമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ പുസ്തകത്തിലുള്ള വചനങ്ങളാണ് എന്നെ നിലനിർത്തുന്നത്. ദൈവത്തിന്റെ കരുണയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഇത്രയുമുള്ള എനിക്ക് പറയാനായിട്ട്. എല്ലാവരും കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ആരും നശിച്ചു പോകരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന സതീശ് ടിവിയോടുള്ള എന്റെ വിനയമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ ഇരുന്നോളൂ. ഒത്തിരി സന്തോഷം രഞ്ജിത് ബ്രദറെ. ഈ പുസ്തകം എടുത്തവരാരും ലജ്ജിക്കത്തില്ല, അത് 100% ഉറപ്പാണ്. അബദ്ധത്തിൽ പോലും പുസ്തകം ഒന്ന് കൈകൊണ്ട് പിടിച്ചവർക്കൊക്കെ പോലും ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ പിന്നീട് കർത്താവ് അവസരങ്ങളെ നൽകി. എന്തോന്ന് കടിച്ചല്ലേ അങ്ങനെയാണ് തുടങ്ങുന്നത്. അതെ അതെ അതെ, എന്തോ ഒന്ന് കടിച്ച്. അതാണ് ദൈവം എന്നെ തൊടുന്ന ആ ഒരു ഭാഗമാണ്. അതെന്താ കടിച്ചെന്നറിയാമോ? അത് ഈ കടലിലൊക്കെ ഉള്ള ഈ കോടാലിപ്പാമ്പ് പോലുള്ള ഈ പലതരത്തിലുള്ള ഈ എഴജന്തുക്കളുണ്ട് വെള്ളത്തിനകത്തുള്ള. അതിങ്ങനെ വേലിയേറ്റം സമയത്തുണ്ടല്ലോ, കടലിൽ നിന്ന് കയറി വരുന്ന സമയമാണ്. അപ്പോഴീ ബോട്ടൊന്നും പോകാതെ ഇങ്ങനെ ട്രോളിംഗ് നിരോധനമുള്ള സമയത്തായിരുന്നു ഞങ്ങൾ വല ഇറക്കുന്നത്. അപ്പം ഈ കടലിൽ നിന്ന് കയറി വന്നാണ്ട് വെള്ളത്തിനടിയിലാണ്ട് എന്തോ സാധനം എന്നുള്ള കാണാൻ പറ്റിയില്ല. വിഷമുള്ള എന്തോ ആയിരുന്നു, പറ്റിയില്ല. അതാണ് അത്രത്തോളം വിഷം എന്റെ ശരീരത്തിൽ ആകാം. അതെ അതെ അതെ. അതുകൊണ്ടാണ് അത്രത്തോളം. അത് ഈ ചൊറി പോലെ ഇങ്ങനെ വരും. ചൊറി പോലെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ തെരണ്ടിയുടെ ഒക്കെ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, ആ മുറിവ് കരിയത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള ഈ സമുദ്രത്തിൽ നിന്നുള്ള ചില മത്സ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ അതിന്റെ ദേഹത്തു നിന്നുള്ള ഇത് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മുറിവ് കരിയത്തില്ല. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. ഓ ശരി. എന്തായാലും വെള്ളത്തിന്റെ അടിയിലായതുകൊണ്ട് എന്താ കടിച്ചെന്ന് അറിയില്ല അല്ലെ? മുറിവുണ്ടായിരുന്നോ? അറിഞ്ഞില്ല. അതെ, മുറിവുണ്ടായിരുന്നു. മുറിവുണ്ടായതിനു ശേഷം ഞാൻ TT ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടും കുറഞ്ഞില്ല. പിറ്റേ ദിവസം തൊട്ട് എന്റെ ശരീരം എല്ലാം ചൊറിഞ്ഞു പൊട്ടാൻ തുടങ്ങി. എന്താണെങ്കിലും അത് ഒരു മുഖാന്തരമായി തുടർന്നു. തീർച്ചയായിട്ടും യേശുവിനെ കണ്ടുമുട്ടുവാനും അറിയുവാനും ഒക്കെ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, പൗലോസ് നീന്തി കരയ്ക്ക് കയറിയപ്പം പൗലോസിനെ പാമ്പ് കടിച്ചതാ. നമ്മള് കരയ്ക്ക് കയറിയപ്പോഴല്ലേ, കടലിൽ നിന്നപ്പോഴാണ് നമുക്ക് കടി കൊണ്ടത്. എന്തുവാന്ന് അറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും ദൈവഹിതപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതമാണ് കർത്താവ്. എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. ഞാൻ ആ രംഗമൊക്കെ മനസ്സിൽ ഓർക്കുകയായിരുന്നു. മന്ത്രവാദത്തിനും ഭ്രാന്താശുപത്രിയിലും ഒക്കെ നമ്മളെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടുന്ന് എല്ലാം കർത്താവ് ഉദ്ധരിച്ചല്ലോ, വിടുവിച്ചല്ലോ. ഇപ്പൊ വർഷങ്ങളായില്ലേ ഈ അനുഭവങ്ങളൊക്കെ നടന്നിട്ടല്ലേ? അതെ അതെ അതെ, 29 വർഷമായി. നമ്മുടെ കുടുംബക്കാര്, മാതാപിതാക്കള്, സഹോദരങ്ങളൊക്കെ, അവരൊക്കെ എന്ത് പറയുന്നു ഇപ്പം? അവര് എതിരൊന്നുമില്ല. അവരെല്ലാം പഴയതിൽ നിൽക്കുകയാണ്.
എന്തെങ്കിലും അനുഭവങ്ങൾ ജീവിതത്തിൽ കർത്താവിനെ രുചിച്ചറിഞ്ഞത്, മറക്കാനാവാത്ത അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. സമയം പോയെന്ന് ഓർക്കണ്ട. എന്തെങ്കിലും ഓക്കെ അങ്ങനെ ഓക്കെ. പ്രേക്ഷകർക്ക് അത് ഒരു വിശ്വാസത്തിൻ്റെ വർധനവിന് കാരണമായി തീരുന്ന, അല്ലെങ്കിൽ ഒരു വിടുതലായി തീരുന്ന ഒരു അനുഭവം കുടുംബത്തോടോ ജീവിതത്തോടോ പിന്നീടുണ്ടായ അനുഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. തീർച്ചയായിട്ടും. അതെ, നമ്മൾ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ച അനവധി വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് വിടുതൽ തന്നു. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി. ഇന്ന് അനേക ഇടങ്ങളിൽ കടന്നുപോയി അനേകരോട് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ആഗ്രഹം എൻ്റെ ഭവനത്തിലുള്ള സഹോദരങ്ങള്, എൻ്റെ മാതാപിതാക്കള്, എൻ്റെ ബന്ധുമിത്രാദികൾ എല്ലാവരും നിത്യതയിൽ കാണണമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരോട് കഴിയുന്നിടത്തോളം സുവിശേഷം പറയാനൊക്കെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിർബന്ധത്താലല്ലോ ഒരാളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരേണ്ടത്, സ്വമനസാലെ ദൈവം ഇടപെട്ട് വേണം. നമ്മൾ പലരും പലതും ആഗ്രഹിച്ച് പലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയൊക്കെയാണ് കടന്നു വരുന്നത്. ആ നന്മയെല്ലാം നേടിക്കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ അവർക്ക് വേണ്ട. പക്ഷെ നമ്മൾ എടുക്കുന്ന തീരുമാനം ഒരിക്കലും പുറകോട്ട് മാറാൻ പാടില്ല. നമുക്കൊരു നന്മ ഈ ഭൂമി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല, നമുക്ക് ആത്മാവിന് ഒരു നിത്യത ദൈവം ഒരുക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമ്മൾ ഇറങ്ങിത്തിരിക്കുക. നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം ഒരുക്കി തരും. ഞാന് ഇടയ്ക്ക് 2-3 വിഷയങ്ങൾ ഈ സമയക്കുറവ് കൊണ്ട് ഞാൻ വിട്ടുവെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ നല്ല എഴുത്തുമൊക്കെ ഏജ് സഭയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതികൂലം കൂടിയപ്പോൾ ഞാൻ കൊല്ലത്തോട്ട് പോയി. അപ്പൊ കൊല്ലത്തോട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ ജ്യേഷ്ഠ സഹോദരന്റെ കൂട്ടുകാര്, ശാഖയിലുള്ളവർ, അവരെന്നെ പിടിക്കേണ്ടതിന് കൊല്ലം പ്രദേശത്തേക്ക് വരുമ്പോൾ ഞാൻ 1 കിലോമീറ്റർ ദൂരോട്ട് പോയിട്ട് ഒരു ബസ്സിൽ ഇറങ്ങി നേരെ കരുനാഗപ്പള്ളിയിലോട്ട് പോകും, അല്ലെ കൊല്ലകേ പോകും. അങ്ങനെ അവര് പിറ്റേ ആഴ്ച എന്നെ തപ്പി കരുനാഗപ്പള്ളിലോട്ട് വരുമ്പോൾ ഞാൻ നേരെ കൊല്ലത്തോട്ട് പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് ഈ ഫോൺ കണക്ഷനോ ബന്ധങ്ങളോ ഒന്നും മൊബൈലൊന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷെ ദൈവം നമുക്ക് ഗൈഡൻസ് തരുന്ന അനുസരിച്ച് പല ഇടങ്ങളിലായിട്ട് ഒളിച്ചും പാത്തും ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു പോകാനായിട്ട് ദൈവം ഇടയാക്കി. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവങ്ങളാണ്. ദൈവം ഒത്തിരി അപകടങ്ങളിൽ നിന്ന്, ഞാൻ ഒരു ദേവദാസിനോട് ഒരു യാത്ര, ഞങ്ങളൊരു പ്രയറിന് പോയി, ഞങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് പോയി. ഞങ്ങളിങ്ങനെ ഈ ഓരോ ഏറിയകൾ ഇങ്ങനെ ചുറ്റി കടന്നുപോയി പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ ഞാൻ ഒരു ദേവദാസിനോട് ചേർന്ന്, സാമ്പി മാത്യു എന്ന് പറയുന്ന ദേവദാസിനോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് നേരെ മുമ്പിൽ നിന്ന് ഒരു വാഹനം വന്ന് ഞങ്ങളെ ഇടിക്കുവാനിടയായി. ഇടിച്ചിട്ട് ഞങ്ങളുടെ വാഹനം മൊത്തം തകർന്ന്, ഫ്രണ്ട് ഭാഗം മൊത്തം തകർന്ന്. എൻ്റെ കയ്യിൽ ആക്റ്റീവ ആയിരുന്നു. അദ്ദേഹത്തിന് തല പൊട്ടി, എൻ്റെ കൈയെല്ലാം മുറിഞ്ഞ്. വന്നിടിച്ച വാഹനം കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും, ഈ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്തവർ ജീവനോടുണ്ടോ എന്ന്. എന്നാൽ ദൈവം അവിടുന്ന് അത്ഭുതകരമായിട്ട് ഞങ്ങളെ സൂക്ഷിച്ചു. പ്രൈസ് ലോർഡ്. അങ്ങനെ ഷിഞ്ചു പാസ്റ്ററും സഭയിലുള്ള സഹോദരങ്ങളെല്ലാം കടന്നു വന്ന് ഞങ്ങളെ, അവരെല്ലാം വലിയ ഭാരത്തോടെ എന്തോ പറ്റിയെന്നുള്ള ആക്സിഡന്റ് എന്ന് കേട്ടപ്പോഴത്തേക്ക് ഞെട്ടി കാണാൻ വരികയായിരുന്നു. പക്ഷേ ദൈവം ഒരു പോറലും ഏൽപ്പിച്ചില്ല. വലിയ ഇഞ്ചുറി ഒന്നും വരാതെ, ഒടിവൊന്നും വരുത്താതെ ദൈവം അവിടുന്ന് സൂക്ഷിച്ചു. അപ്പൊ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മളെ കരുതുന്ന, ഓരോ അനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ സൂക്ഷിക്കുന്ന വിധങ്ങളൊക്കെ എത്ര വലുതാണ്. നമ്മൾ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാത്തിനും യഹോവ അവനെ വിടിവെക്കുന്നു. അവന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകത്തില്ല. ദൈവത്തിന്റെ ഓരോ പദ്ധതികൾ, നമ്മളെ ഓരോ അപകടങ്ങൾ വരുമ്പോൾ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത്. അങ്ങനെ എത്ര അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം ദൈവം നടത്തി, ഇത്രത്തോളം സഹായിച്ചു. എല്ലാവരും എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. ദൈവം നിങ്ങളെ താങ്ക് യു. അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാസ്റ്റർക്ക് തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ. ഞാൻ പാസ്റ്റർ എന്നാണ് വിളിച്ചത്. ഇനിയും ഭാവിയിൽ പാസ്റ്ററാകും എന്നുള്ളൊരു പ്രവചനമാണോ എന്നറിയില്ല. എന്താണെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ബൈബിൾ കോളേജിലൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചതല്ലേ? അതെ. ഞാനിവിടെ ഒരു കോഴ്സ് പഠിച്ചായിരുന്നു. എന്നെ ബാബു തങ്കച്ചൻ പാസ്റ്ററും ബിജു തങ്കച്ചൻ പാസ്റ്ററും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശരി. ഇവിടെ വെച്ച് അങ്ങനെ 2 വർഷം പഠിക്കാനുള്ള ഒരു ഭാഗ്യം അത് ഇടയ്ക്ക് വിട്ടുപോയി. ശരി. അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ പ്രാർത്ഥിക്കാം, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ. ഹല്ലേലൂയ. സ്തോത്രം. മഹാപരിശുദ്ധനുമായ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അനുഗ്രഹപ്രദമായിരിക്കുന്ന നല്ല ഈ രാത്രിയുടെ യാമത്തിനായ ദൈവത്തെ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ആസാദി ചാനലിൽ കൂടി ദൈവമേ, ദൈവവചനം ദൈവമേ അനുഭവ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം ദൈവമേ അനേക പ്രിയപ്പെട്ടവർക്ക് ദൈവയുടെ ആക്കിയല്ലോ കർത്താവേ. അടിയന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള അത്ഭുതങ്ങളെ കുറിച്ച് മറ്റു സഹോദരങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അടിയങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ,
ഈ ശബ്ദം കേൾക്കുന്ന ദൈവമേ, ചാൽ കൂടി ദൈവമേ സാക്ഷ്യം കേൾക്കുന്ന അനേകായിരങ്ങൾ കർത്താവെ, അവരുടെ ദൈവമേ ആര് ദൈവമേ ഏതൊരു വിഷയത്തിൽ ഭാരപ്പെട്ട് ദൈവത്തെ ആരായിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ ഞെരുങ്ങുന്ന അനുഭവമാണെങ്കിൽ ദൈവർക്ക് വിടുതൽ കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആരെങ്കിലും രോഗികളായിട്ട് ദൈവമേ ശബ്ദം കേൾക്കുന്നെങ്കിൽ ദൈവമേ അടിയന് സൗഖ്യം തന്ന ദൈവത്തിന്റെ കരം ദൈവമേ അവർക്ക് രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അവർക്ക് ദൈവം അതിനുള്ള വഴികളെ ഒരുക്കാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാതെ ദൈവമേ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ കർത്താവെ അവർക്ക് ദൈവം ഭവനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിശേഷാൽ കർത്താവെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവദാസനെ കുടുംബത്തെ ദൈവം സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് ദൈവമേ മാധ്യമങ്ങളിൽ കൂടി കർത്താവിന്റെ ദൈവമേ ശബ്ദം മറ്റുള്ളവർ കേൾപ്പിക്കാൻ തക്കോണം ദൈവം അവിടുന്ന് ഒരുക്കി അവിടുന്ന് ദൈവമേ ദൈവമാമത്വത്തിന് വേണ്ടി ദൈവമേ അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇതിൽ കൂടി കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിച്ചാട്ടെ സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുത്തെ വരവേറ്റം എടുത്തിരിക്കാൻ അടിയങ്ങൾ ഒരുങ്ങിയിരിപ്പാൻ എപ്പോഴും കർത്താവിന് വേണ്ടി ദൈവമേ ഒരുക്കത്തോടെ ആയിരിക്കാൻ തക്കോണം ദൈവം സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമേ ചെറുതാട്ട എല്ലാ വിഷയങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ കാഴ്ചയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദൈവം ഒന്ന് കേൾക്കണമേ സ്വർഗ്ഗീയ നല്ല കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നാം എല്ലാവരുടെ പേരിലും നമ്മളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ രഞ്ജിത് ബ്രദറിൻ്റെ മേൽ, തൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എല്ലാ ജീവിത മേഖലകളുടെ മേലും ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു. ഇത്രയും സമയം ജോലിയൊക്കെ കഴിഞ്ഞ് ലേറ്റ് നൈറ്റാണ് നമ്മൾ റെക്കോർഡിങ് ചെയ്തത്. എന്നാൽ ഇത്രയും സമയം വന്ന് ഞങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി തന്നതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു രഞ്ജിനാൽ ബ്രദറെ. കുടുംബമായി കർത്താവ് സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ലോർഡ്. ബൈ ബൈ.